اطلب العلم أخي فهو درب به نور، به ترقى به تحيا عالما حرا فخور. اطلب العلم أخي فهو درب به نور، به ترقى به تحيا عالما حرا فخور. اطلب العلم أخي فهو درب به نور، به ترقى به تحيا عالما حرا فخور. السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. ബഹുമാനപ്പെട്ട ഫോക്കസ് അക്കാദമിയിലെ സുലൈമാൻ സാറിന്റെ മോട്ടിവേഷൻ ഒക്കെ ഒരുപാട് കേട്ടിപ്പോൾ മാത്രമല്ല വളരെയധികം ക്രിയേറ്റീവായിട്ടും വളരെയധികം നല്ല രൂപത്തിലും പോകുന്ന ഒരു സ്ഥാപനവും അതിലെ വിദ്യാർത്ഥികളെയും പ്രത്യേകം പറയേണ്ടത് തന്നെയാണ്. വളരെ ക്രിയേറ്റീവായിട്ട് മുന്നോട്ട് പോകുന്ന ഗ്രൂപ്പ്. ഇൻഷാ അള്ളാഹ് നമുക്ക് എല്ലാവർക്കും അടുത്ത് വരുന്ന PSC നമുക്ക് നേടിയെടുക്കണം. അതിന് അള്ളാഹു താല തൗഫീഖ് നൽകട്ടെ എന്ന് ആമുഖമായി പറയുകയാണ്. ഏതായാലും വിദ്യാർത്ഥികളെ നമ്മൾ ആമുഖമൊന്നും അധികം പറയുന്നില്ല, നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നെഹവുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ, അതിന്റെ നെഹവിൻ ഉണ്ടാവാനുള്ള തുടക്കത്തിന്റെ കാരണവും അതിന്റെ വാദി അതുപോലത്തെ വിഷയങ്ങൾ, ആമുഖങ്ങളൊക്കെ നമ്മൾ വിശദീകരിച്ചതും പറഞ്ഞതുമാണ്. അന്ന് നമ്മൾ എടുത്ത വിഷയം അതുപോലെ തന്നെ മുസ്തസ്നയായിരുന്നു. ഇന്ന് നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്കാണ് കടക്കുന്നത്. ഫർഇയായ ഇഅ്റാബുകൾ എന്നുള്ള ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ ഇന്ന് പ്രവേശിക്കുന്നത്. അറബി ഭാഷയുടെ തന്നെ ഏറ്റവും ഭംഗിയും നൽകുന്ന ഒന്നാണ് ഇഅ്റാബ് എന്നുള്ളത്. കാരണം ആ ഭാഷ വായിക്കണമെങ്കിലും അത് കൃത്യമായി തെറ്റുകൂടാതെ എഴുതണമെങ്കിലും എല്ലാം തന്നെ അതിന്റെ ഇഅ്റാബുകളെ കുറിച്ചും തർക്കീബുകളെ കുറിച്ചും മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഇഅ്റാബുകളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ഇഅ്റാബുൽ ഫർഇയായത് അസ്ലിയായ ഇഅ്റാബുകൾ, ഫർഇയായ ഇഅ്റാബുകൾ എന്നീ തരത്തിൽ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ അസ്ലിയായ ഇഅ്റാബുകളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മൾ അതിനെ കുറിച്ച് പഠിച്ചതുമാണ്. കാരണം അസ്ലിയായ ഇഅ്റാബ് എന്ന് പറയുന്നത് റഫ്ഉ, നസ്ബ്, ജർറ്, ജസ്മ്, ഈ നാലെണ്ണമാണ് ഇഅ്റാബ്. റഫ്ഉ, നസ്ബ്, ജർറ്, ജസ്മ്. ഇസ്മിലും ഫിഇലിലും റഫ്ഉം നസ്ബും ഉണ്ടാകും. എന്നാൽ ജർറ് എന്നത് ഇസ്മിൽ മാത്രവും ജസ്മ് എന്നത് ഫിഇലിൽ മാത്രവുമാണ്. ഇതൊന്നും വിശദീകരിക്കുന്നില്ല, ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഈ നാല് ഇഅ്റാബുകൾക്ക് അസ്ലിയായ അടയാളങ്ങളും ഫർഇയായ അടയാളങ്ങളും, അലാമത്തുൽ ഇഅ്റാബിൽ അസ്ലിയായ അടയാളങ്ങളുണ്ട്, ഫർഇയായ അടയാളങ്ങളുണ്ട്. അത് റഫ്ഉ എന്നത് അസ്ലിയായ നമുക്കറിയാം, റഫ്ഉ റമ്മത്ത് കൊണ്ടാണ്. സാധാരണഗതിയിൽ റഫ്ഉ വന്നാൽ ഇപ്പൊ ജാഅ മുഹമ്മദുൻ, അവിടെ മുഹമ്മദുൻ എന്നത് ഫാഇലാണ്. ഫാഇലിന്റെ ഇഅ്റാബ് റഫ്ആണ്. റഫ്ഉ എങ്ങനെ കൊടുത്തു? റമ്മത്ത് കൊണ്ട്. അതുപോലെ നസ്ബ് എന്നത് ഫതഹത്ത് കൊണ്ടാണ്. റഅയ്തു മുഹമ്മദൻ, മുഹമ്മദൻ എന്നത് മഫ്ഊലാണ്, മഫ്ഊൽ നസ്ബാണ്, നസ്ബ് ഫതഹ് കൊണ്ട്. അങ്ങനെ ജർറ് കസ്റത്ത് കൊണ്ട്. മറതു ബി മുഹമ്മദിൻ, മുഹമ്മദിൻ എന്നത് ജർറാണ്, ബാ വന്നത് കൊണ്ട് അതിന് ജർറ് കൊടുത്തത് കസ്റത്ത് കൊണ്ട്. ജസ്മ് സുക്കൂന് കൊണ്ടാണ്. ലം യക്തുബ് മുഹമ്മദുൻ, മുഹമ്മദ് എഴുതിയിട്ടില്ല. ലം യക്തുബ് എന്ന് സുക്കൂന് കൊടുത്തു, അത് ജസ്മായതുകൊണ്ട്. ഇതാണ് അസ്ലിയായ അടയാളങ്ങൾ. റഫ്ഉ റമ്മത്ത് കൊണ്ട്, ഫതഹത്ത് കൊണ്ട് നസ്ബ്, കസ്റത്ത് കൊണ്ട് ജർറ്, സുക്കൂന് കൊണ്ട് ജസ്മ്. ഇത് നമുക്കറിയാവുന്നതാണ്. എന്നാൽ നമുക്ക് പലപ്പോഴും തെറ്റിപ്പോകുന്ന, പരീക്ഷകൾക്ക് വളരെയധികം പ്രാധാന്യമുള്ളതുമായ ഫർഇയായ ഇഅ്റാബുകൾ, അതിന്റെ അടയാളങ്ങൾ, അത് ഏതൊക്കെ രൂപത്തിലാണ് വരിക എന്നുള്ളതിൽ പ്രധാനപ്പെട്ട ചിലതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലുമായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഫർഇയായിട്ട് വരുന്നത് 7 സ്ഥലങ്ങളിലാണ് പ്രധാനമായും. ഒന്ന് അൽ അസ്മാഉൽ ഖംസയിൽ, അസ്മാഉൽ ഖംസയിൽ ഒന്ന്. മറ്റൊന്ന് മുസന്ന, തസ്നിയ, ജംഉ മുദക്കർ സാലിം, ജംഉൽ മുഅന്നസ് സാലിം, അൽ മംനൂഉ മിനസ് സർഫ്, അൽ ഫിഇലുൽ മുദാരിഉൽ മുഅ്തലുൽ ആഖിർ, അവസാന മുഅ്തലായ മുദാരിഅ, അഫ്ആലുൽ ഖംസ. ഈ പറയപ്പെട്ട 7 എണ്ണത്തിൽ
സാധാരണ പോലെ ലമ്മത്ത് കൊണ്ട് റഫ്, ഫതഹത്ത് കൊണ്ട് നസ്ബ് എന്നല്ല. അതിന്റെ അസ്ലിയായ അടയാളങ്ങളല്ല വരാറുള്ളത്, ഫർഇയായ അടയാളങ്ങളാണ്. റഫ്ഇന് വാവ് കൊണ്ട് റഫ് വരുന്ന സ്ഥലമുണ്ട്, അലിഫ് കൊണ്ട് വരുന്ന സ്ഥലമുണ്ട്, നൂന് കൊണ്ട് വരുന്നതുണ്ട്. നസ്ബാണെങ്കിൽ യാ കൊണ്ട് വരുന്നതുണ്ട്, നൂനിനെ കളയൽ കൊണ്ട് വരുന്നതുണ്ട്, അലിഫ് കൊണ്ട് വരുന്നതുണ്ട്, ജെറ് യാ കൊണ്ട് വരുന്നതുണ്ട്, ഫതഹ് കൊണ്ട് ജെറ് വരുന്നതുണ്ട്. അതുപോലെ തന്നെ ജസ്മാണെങ്കിൽ ഇല്ലത്തിന്റെ അക്ഷരത്തിനെ കളയലുണ്ട്, നൂനിനെ കളയലുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ യഥാർത്ഥത്തിൽ വരേണ്ടതായ റഹ്മത്ത് കൊണ്ട് റഫ്, ഫതഹത്ത് കൊണ്ട് നസ്ബ് എന്നതിൽ നിന്നും വ്യത്യസ്തമായി വരുന്ന പ്രധാനപ്പെട്ട 7 എണ്ണമാണ് ഇവകൾക്ക് നമ്മൾ ഇതിന്റെ ഏറാബുകൾക്കാണ് നമ്മൾ ഫർഇയായ ഏറാബുകൾ എന്ന് പറയുക, അലാമത്തുകൾ എന്ന് പറയുക. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഏറാബുമായി ബന്ധപ്പെട്ട് പരീക്ഷകൾക്ക് വരുന്നത് പല രൂപത്തിലും തിരിച്ചും മറിച്ചും ഒക്കെ വരാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് നമ്മൾ പഠിക്കുന്നത് അസ്മാഉൽ ഖംസ, മുസന്ന, ജംഉൽ മുദക്കർ സാലിം, ജംഉൽ മുഅന്നസ് സാലിം, ഈ 4 കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പരീക്ഷകൾക്ക് വന്ന കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. അതിന്റെ ആൻസറുകൾ നിങ്ങൾ പറയണം. ഈ ആദ്യത്തിൽ ഞാൻ കൊടുക്കുന്ന ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞ പരീക്ഷകൾക്ക് വന്ന ചോദ്യങ്ങളാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അവസാനത്തിൽ ഞാൻ പരീക്ഷയായിട്ട് നടത്തുന്ന ചോദ്യങ്ങളൊക്കെ കുറെ വരാൻ സാധ്യതയുള്ളതും ആ രൂപത്തിൽ ഉണ്ടാക്കിയതുമാകാം. പക്ഷെ ആദ്യത്തിലുള്ളതെല്ലാം പരീക്ഷകൾക്ക് വന്നതാണ്. അതുകൊണ്ട് കൃത്യം ശ്രദ്ധിക്കുക, അതിന് ആൻസർ പറയാൻ ശ്രമിക്കുക. നമുക്ക് നോക്കാം ഈ 4 എണ്ണത്തിൽ നിന്നും കഴിഞ്ഞ പരീക്ഷകൾക്ക് വന്ന ചോദ്യങ്ങൾ. ഒന്നാമത്തത് യുൻസബുൽ അസ്മാഉൽ ഖംസ ബി അൽ ഫതഹ, ഹർഫ് നൂൻ, അൽ അലിഫ്, അൽ യാ വൻ നൂൻ. അസ്മാഉൽ ഖംസക്ക് നസ്ബ് കിട്ടുന്നത് എന്തുകൊണ്ടാണ്? സി പറഞ്ഞു ഒരുപാട് ആളുകൾ. ഓക്കെ, അലിഫ് കൊണ്ടാണ്. അസ്മാഉൽ ഖംസക്ക് നസ്ബ് കിട്ടുന്നത് അലിഫ് കൊണ്ടാണ്. രണ്ടാമത്തെ ചോദ്യം സ്വഹീഹ് എന്ന് കൊടുത്തിട്ട്, ഇത് കഴിഞ്ഞ LP പരീക്ഷയ്ക്ക് വന്നതാണ്. സ്വഹീഹ് എന്ന് കൊടുത്തിട്ട് മാഹുവ തർക്കീബുൽ മുനാസിമിൽ ആത്തിയമിൽ മക്കാനിൽ ഖാലി, ആ വിട്ടുപോയ ഭാഗത്ത് താഴെയുള്ളതിൽ ഏതാണ് വെക്കേണ്ടത്? ശരിയായത് അൽ കലിമാത്തിൽ ആത്തിയത്ത, അൽ കലിമാത്തിൽ ആത്തിയത്തി, അൽ കലിമാത്തൽ ആത്തിയാത്ത, അൽ കലിമാത്തൽ ആത്തിയത്ത. ഏതാണ് ശരിയായത്? ഓക്കെ, ഒരുപാട് ആളുകൾ അയച്ചിട്ടുണ്ട്. എ അയച്ചവരുണ്ട്, സി അയച്ചവരുണ്ട്. നോക്കാം. സ്വഹീൽ കലിമാത്തിൽ ആത്തിയത്ത എന്നതാണ്. ഇത് പല ആളുകൾക്കും തെറ്റിപ്പോവാറുണ്ട്. കലിമാത്തിൽ ആത്തിയത്ത എന്നാണ്. സ്വഹീഹ് എന്ന ഫീൽ അംറാണ്, അതിന്റെ മഫ്ഊലാണ് കലിമാത്ത്. കലിമാത്തിന് നസ്ബ് കിട്ടുന്നത് കിസ്റത്ത് കൊണ്ടാണ്. അൽ ആത്തിയത്ത എന്നത് അതിന്റെ സിഫത്താണ്. സിഫത്ത് മൗസൂഫിനോട് തുടരും. അപ്പോൾ ആത്തിയത്ത എന്ന് നസ്ബ് കൊടുത്തുകൊണ്ട് പറയണം. അങ്ങനെയാണ് ഇത് വരിക. എന്തുകൊണ്ട് കലിമാത്തിന് കസ്റത്ത് കൊണ്ട് നസ്ബായി അത് നമുക്ക് പഠിക്കാം. സ്വഹീഹിൽ കലിമാത്തിൽ ആത്തിയത്ത എന്നാണ് ശരി. മൂന്നാമത്തത് നുഹിബ്ബു, ഇത് സിമ്പിൾ ആയതാണ്. ഇതും കഴിഞ്ഞ ഒരു പരീക്ഷയ്ക്ക് വന്നതാണ്. അൽ മുജ്തഹിദൂൻ, അൽ മുജ്തഹിദാനി, അൽ മുജ്തഹിദീന, അൽ മുജ്തഹിദത്താനി. സി ഓക്കെ. അധിക ആളുകളും സി ആണ് അയച്ചത്. മുഹിബ്ബുൽ മുജ്തഹിദീന എന്നത് തന്നെയാണ് ശരി. സി തന്നെയാണ്. മുഹിബ്ബു എന്നതിന്റെ മഫ്ഊലാണ്, മുജ്തഹിദീൻ എന്നത് യാ കൊണ്ട് നസ്ബാണ്. ഓക്കെ. ഇനി തലക്കൈത്തുൽ ഇൽമ മിൻ, ഞാൻ വിജ്ഞാനം പഠിച്ചു, അതിനെ സ്വീകരിച്ചു. മിൻ അൽ മുദരിസൂൻ, അൽ മുദരിസാൻ, അൽ മുദരിസീൻ, അൽ മുദരിസത്താൻ. ഓക്കെ, തലക്കൈത്തുൽ ഇൽമ മിനൽ മുദരിസീൻ എന്നതാണ് ശരി. അഞ്ചാമത്തത് സല്ലംതു അലാ അൽ മുസ്ലിമൂൻ, അൽ മുസ്ലിമാൻ, അൽ മുസ്ലിമീൻ, അൽ മുസ്ലിമാത്ത. ഇതിലേതാണ്? സല്ലംതു അലൽ സല്ലംതു അലൽ മുസ്ലിമീൻ എന്നാണ്. ജർ യാ കൊണ്ടാണ്. ഇതൊക്കെ കഴിഞ്ഞ പരീക്ഷകൾക്ക് വന്നതാണ്. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം.
അസ്മാഉൽ ഖംസത്തി വ ഇറാബുഹ. ആദ്യമായിട്ട് പറയുന്നത് അസ്മാഉൽ ഖംസയെ കുറിച്ചാണ്. 5 ഇസ്മുകളാണ് അസ്മാഉൽ ഖംസ എന്നറിയപ്പെടുന്നത്. അബ്, അഹ്, ഹമ്, ഫു, ദു. അബ് പിതാവ്, അഹ് സഹോദരനാണ്, ഹമ് എന്ന് പറഞ്ഞാൽ ഭാര്യയുടെയും ഭർത്താവിന്റെയും ഒക്കെ അടുത്ത ആളുകൾക്ക് അവരുടെ വാപ്പ സഹോദരൻ പറഞ്ഞ സെക്കൻഡ് ക്വസ്റ്റ്യന് ഒന്ന് പറയാമോ? മുകളിൽ പറഞ്ഞതോ? അതെ, മുകളിൽ പറഞ്ഞ സ്വഹീഹ് എന്നുള്ള. ഓക്കെ, അതിലെന്താ ഡൗട്ട്? അത് ഒന്ന് ക്ലിയർ ആക്കി തന്ന ഉപകാരമായിരുന്നു. അത് മനസ്സിലായില്ല എങ്ങനെയാന്നുള്ളത്. സ്വഹീഹ് എന്നത് അംറ് ഫീല, സ്വഹീഹ്. അപ്പൊ സ്വഹീഹ് എന്ന് പറയുമ്പം നീ സ്വഹീഹാക്കുക കൽപ്പനയാണല്ലോ. അപ്പൊ അത് ഫിഇലും ഫാഇലുമാണ്. സ്വഹീഹ് എന്നത് ഫിഇലാണ്, അതിലെ ലമീർ അൻത എന്നത് ഫാഇലുണ്ട്. ഓക്കെ, ഇനി അപ്പൊ ഫിഇലും ഫാഇലും വന്നു. പിന്നെ മഫ്ഊലാണ് വരേണ്ടത്. മഫ്ഊൽ ഏതാണ്? കലിമാത്ത് എന്നതാണ്. മഫ്ഊലിന്റെ ഇഅ്റാബ് എന്താ? നസ്ബാണ്. അപ്പൊ നമുക്ക് നസ്ബാണ് വേണ്ടത് ഉറപ്പായി. അൽ കലിമാത്ത് എന്ന പദം ജംഅ് മുഅന്നസ് സാലിമാണ് എന്ന് പറഞ്ഞാൽ കലിമാത്ത് അലിഫും താഉം എന്ന ജം ആണ്. ജംഉ മുഅന്നസ് സാലിമിന് കസ്റത്ത് കൊണ്ടാണ് നസ്ബ്. നസ്ബ് കസ്റത്ത് കൊണ്ടാണ്. അപ്പൊ കലിമാത്തി എന്ന് കസ്റ് കൊടുത്തു. നസ്ബാണ്, നസ്ബ് കസ്റ് കൊണ്ടായിനേ ഉള്ളൂ. കലിമാത്തിന്റെ സിഫത്താണ് അൽ ആത്തിയ. സിഫത്തിന്റെ ഇഅ്റാബ് എന്താ? സിഫത്ത് മൗസൂഫിനോട് തുടർന്ന് വരണം. അപ്പൊ കലിമാത്തിന്റെ ഇഅ്റാബ് എന്താ? നസ്ബാണ്. ആത്തിയത്താന്നുള്ളത് നസ്ബാവണം. ആത്തിയത്ത ജംഉ മുഅന്നസ് സാലിം ഒന്നും അല്ല, അതുകൊണ്ട് ആത്തിയത്ത എന്ന് ഫതഹത്ത് കൊണ്ട് നസ്ബ് ചെയ്യും. അപ്പൊ വായിക്കുമ്പോ സ്വഹീഹിൽ കലിമാത്തിൽ ആത്തിയത്ത എന്നാവുന്നത്. ക്ലിയർ? ഓക്കെ സർ, ക്ലിയർ. അപ്പൊ 5 ഇസ്മുകൾ അബ്, അഹ്, ഹമ്, ഫു, ദു. ഫു എന്നത് ഫമ് എന്നതാണ്. വ എന്നർത്ഥമുള്ള മീമിനെ ഒഴിവാക്കിക്കൊണ്ട് ഫു എന്ന് പ്രയോഗിക്കാറുണ്ട്. അങ്ങനെയുള്ള പ്രയോഗമാണ്. അങ്ങനെ വന്നാൽ മാത്രമേ ഇത് അസ്മാഉൽ ഖംസയിൽ പെടുകയുള്ളൂ. അതുപോലെ ദു, സ്വാഹിബ് എന്നർത്ഥമുള്ള, ഉടേത് എന്നർത്ഥമുള്ള. ഈ 5 ഇസ്മുകളാണ് അസ്മാഉൽ ഖംസ എന്നറിയപ്പെടുന്നത്. അതിന്റെ ഇഅ്റാബുകളാണ് നമ്മൾ പഠിക്കുന്നത്. അസ്മാഉൽ ഖംസക്ക് റഫ്അ് വാവ് കൊണ്ടാണ്. വാവ് കൊണ്ടാ റഫ്അ് ചെയ്യുക. സാധാരണ ലമ്മത്ത് കൊണ്ട് റഫ്അ് ചെയ്യുന്നതിന് പകരം വാവ് കൊണ്ട്. നസ്ബ് അലിഫ് കൊണ്ടാണ്. ജർ യാ കൊണ്ടാണ്. അപ്പൊ ഓർത്തു വെക്കുക, എപ്പോഴും വരുന്ന ഒരു കാര്യമാണ്, പോകാതെ ശ്രദ്ധിക്കണം. അസ്മാഉൽ ഖംസ് ഈ പറയപ്പെട്ട 5 എണ്ണമാണോ അതിന് റഫ്അ് വാവ് കൊണ്ടാ. റഫ്ഇന്റെ സമയത്ത് അബൂ, അഹൂ. നസ്ബ് യാ അലിഫ് കൊണ്ടാ അബാ, അഹാ എന്ന് പറയും. ജർ യാ കൊണ്ടാ അബി, അഹി എന്ന രൂപത്തിൽ പറയും. അപ്പോൾ ഇത് ഫർഇയായ ഇഅ്റാബുകളിൽ പ്രധാനപ്പെട്ട ഒന്നാമത്തതാണ്. ഇനി അതിന് ഉദാഹരണങ്ങൾ നോക്കാം. ജാഅ അബൂ മുഹമ്മദിൻ. മുഹമ്മദിന്റെ പിതാവ് വന്നു. ജാഅ എന്നതിന്റെ ഫാഇലാണ് അബു. അവിടെ ജാഅക്ക് ഫാഇലിന്റെ ഇഅ്റാബ് റഫ്ആണ്. റഫ്അ് എവിടെ? വാവ് കൊണ്ട്. അബൂ എന്ന വാവ് കൊണ്ടാണ് റഫ്അ്. റഅയ്തു അബാ മുഹമ്മദിൻ. ഞാൻ മുഹമ്മദിന്റെ പിതാവിനെ കണ്ടു. റഅയ്തു എന്ന ഫിഅലും ഫായിലും അതിന്റെ മഫ്ഊലാണ് അബാ. മഫ്ഊലായപ്പോൾ നസ്ബ് വേണം. നസ്ബ് അലിഫ്. ശകർതു ലി അബി മുഹമ്മദിൻ. മുഹമ്മദിന്റെ പിതാവിന് ഞാൻ നന്ദി പറഞ്ഞു. അവിടെ ലി ലാം ജറിന്റെ ഹർഫ് വന്നതുകൊണ്ട് അബി എന്ന് യാ കൊണ്ടാണ് ജറ്. അപ്പൊ വാവ് കൊണ്ട് റഫ്അ്, അലിഫ് കൊണ്ട് നസ്ബ്, യാ കൊണ്ട് ജറ്. ഇതാണ് അസ്മാഉൽ ഖംസയുടെ ഇഅ്റാബ് വരുന്നത്. അഹു മുഹമ്മദിൻ, അഹു വന്നാലും അങ്ങനെ തന്നെ. റഅയ്തു അഖാ മുഹമ്മദിൻ, ശകർതു ലി അഖി മുഹമ്മദിൻ, എല്ലാം അതേപോലെ തന്നെ. ഹമു വന്നാലും സെയിം. ഹമു മുഹമ്മദിൻ, മുഹമ്മദിന്റെ ഹമു വന്നു, അത് ഹമു. ഹമാ മുഹമ്മദിൻ, ശകർതു ലി ഹമീ മുഹമ്മദിൻ, എല്ലാം ഒരുപോലെ തന്നെ. വാവ് കൊണ്ട് റഫ്അ്, അലിഫ് കൊണ്ട് നസ്ബ്, യാ കൊണ്ട് ജറ്. അതുപോലെ ഫൂക നളീഫുൻ, ഫ വന്നത് നിന്റെ വാ നല്ല വൃത്തിയുള്ളതാണ്. ഫൂക നളീഫുൻ, ഫൂ എന്നത് മുബ്തദയാണ്. മുബ്തദക്ക് റഫ്ആണ്, അതുകൊണ്ട് വാവ് വന്നു. ഫൂക. റഅയ്തു ഫാക, നിന്റെ വായ ഞാൻ കണ്ടു. ഫ എന്നത് മഫ്ഊലാണ്, അതുകൊണ്ട് അലിഫ് കൊണ്ട് നസ്ബ് കിട്ടി. സമീഅതു ഹാദാ മിൻ ഫീഹി, ഇത് ഞാൻ അവന്റെ വായിൽ നിന്നാണ് കേട്ടത്. സമീഅതു ഹാദാ മിൻ ഫീഹി. ഫീ എന്നത് മിൻ ഹർഫ് ജറ് വന്നു, അപ്പൊ മജ്റൂറാണ്. ഫീ എന്നതിന് ജറ് യാ കൊണ്ടാണ്. അതുപോലെ തന്നെ ദൂ വരികയാണെങ്കിൽ വല്ലാഹു ദുൽ ഫദ്ലിൽ അലീം. വല്ലാഹു എന്നതിന്റെ
അത് മുബ്തദയാണ്, അതിന്റെ ഖബറാണ് ദു. അപ്പൊ ഖബറിന് റഫ് ആണ്, റഫ് വാവ് കൊണ്ട് ദുൽ ഫദ്ലി. സാഅത്തു ദൽ ഹാജതി, ആവശ്യമുള്ളവനെ ഞാൻ സഹായിച്ചു. സാഅത്തു ഫിഅലും ഫായിലും, ഞാൻ സഹായിച്ചു ആരെ? ദൽ ഹാജതി, ആവശ്യമുള്ളവനെ. ദ എന്നത് മഫ്ഊലും ബിഹി ആണ്, അപ്പൊ അത് നസ്ബാണ്, അലിഫ് കൊണ്ട് നസ്ബ്. ഖുദിൽ ഇൽമ മിൻ ദി ഇൽമിൻ, വിജ്ഞാനം അറിവുള്ളവരിൽ നിന്ന് സ്വീകരിക്കുക. ഖുദിൽ ഇൽമ മിൻ ദി ഇൽമിൻ, അവിടെ മിൻ വന്നു, ഹർഫ് ജറാണ്, അപ്പോൾ മജ്റൂറാണ് ദി എന്നത്, അതുകൊണ്ട് യാ കൊണ്ട്. അങ്ങനെ ഈ പറയപ്പെട്ടതിലൊക്കെ അസ്മാഉൽ ഖംസയിൽപ്പെട്ട എല്ലാം അലിഫ്. എന്താ ചോദിച്ചോ? വാവ് കൊണ്ട് റഫ്, അലിഫ് കൊണ്ട് നസ്ബ്, യാ കൊണ്ട് ജർറ്. ആ നിയമം ഒരിക്കലും മറന്നു പോകാതിരിക്കണം. ഇനി അതിനോട് ചേർത്ത് പറയാനുള്ളത്, അതിന് ഖുർആന്റെ 1-2 ആയത്തുകൾ നമുക്ക് പഠിച്ചു വെക്കാം. ഖുർആനിൽ വന്ന അബൂന ഷെയ്ഖുൻ കബീർ, അബൂന ഞങ്ങളുടെ പിതാവ് ഷെയ്ഖുൻ കബീർ ആണ്. അവിടെ അബൂന എന്നത് വാവ് കൊണ്ട് റഫ് ആണ്, കാരണം അത് മുബ്തദയാണ്, മുബ്തദക്ക് റഫ് ആണ്, വാവ് കൊടുത്തു അബൂന. വദ്കുർ അഹാ ആദിൻ ഇത് അന്തറ ഖൗമുഹു, അഹാ ആദിനെ നിങ്ങൾ ഓർക്കണം. വദ്കുർ എന്നതിന്റെ നിങ്ങൾ ഓർക്കണം, നീ ഓർക്കണം എന്നതിന്റെ മഫ്ഊലാണ് അഹ് എന്നത്, അതുകൊണ്ട് അഹാ അലിഫ് കൊണ്ട് നസ്ബ് കിട്ടി. ഫതവഅത് ലഹു നഫ്സുഹു ഖത്ല അഖീഹി, തന്റെ സഹോദരനെ വധിക്കാനുള്ള ആ കാര്യം പറഞ്ഞ സ്ഥലത്ത് ഖത്ല അഖീഹി, തന്റെ സഹോദരന്റെ വധം. മുളാഫുൻ ഇലൈഹിയാണ് അഖി എന്നത്, മുളാഫുൻ ഇലൈഹി ജറാണ്, അതുകൊണ്ട് യാ കൊടുത്തുകൊണ്ട് ഖുർആനിൽ ഉപയോഗിച്ചു. അങ്ങനെ വാബ് കൊണ്ട് റഫ്ഉള്ളതും അലിഫ് കൊണ്ട് നസ്ബുള്ളതും യാ കൊണ്ട് ജറുമുള്ള ഉദാഹരണങ്ങളാണ് ഓരോന്നിന്റെയും നമ്മൾ പഠിച്ചത്. ഇനി പറയാൻ പോകുന്നത്, ഇങ്ങനെ ഏറാബ് ചെയ്യണമെങ്കിൽ ഇതിനൊരു കണ്ടീഷൻ ഉണ്ട്, ഒരു ഉപാധി ഉണ്ട്. ആ രൂപത്തിൽ വന്നാൽ മാത്രമേ ഈ വാവ് കൊണ്ട് റഫ്, അലിഫ് കൊണ്ട് നസ്ബ്, യാ കൊണ്ട് ജറ് എന്ന രൂപത്തിൽ ഏറാബ് ചെയ്യുകയുള്ളൂ. അതെന്താണെന്നറിയോ? അൻ തുലീഫൽ അസ്മാഉലി ഗൈരി യാഇൽ മുതകല്ലിം, ഈ പറയപ്പെട്ട 5 ഇസ്മുകൾ മുത്തക്കല്ലിമിന്റെ യാ അല്ലാത്തതിലേക്ക് ഇളാഫത്ത് ചെയ്തു വരണം. മുത്തക്കല്ലിമിന്റെ യാ അല്ലാതെ, മുത്തക്കല്ലിമിന്റെ യാ എന്നാൽ എന്റെ എന്ന് പറയുന്ന കലമുൻ കലമി, എന്റെ പേന, ആ യാനാണ് മുത്തക്കല്ലിമിന്റെ യാ എന്ന് പറയുന്നത്. ഇതല്ലാത്തതിലേക്ക് ഇളാഫത്ത് ചെയ്തു വരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പറയപ്പെട്ട ഇസ്മുകൾ അബ് അഹ് ഒക്കെ 3 രൂപത്തിൽ വരാം. ഒന്നെങ്ങനെ? അബുൻ, ഇളാഫത്തെ ഇല്ല, ഇളാഫത്ത് ഇല്ലാതെ വരുന്ന രൂപം. മറ്റൊന്ന് അബീ, അവിടെ ഇളാഫത്ത് ഉണ്ട്, പക്ഷെ ഏതിലേക്കാണ്? മുത്തക്കല്ലിമിന്റെ യായിലേക്ക് ഇളാഫത്ത് ചെയ്തുകൊണ്ട് എന്റെ പിതാവ്. അടുത്തത് അബൂക്ക, നിന്റെ പിതാവ്, ഇവിടെയും ഇളാഫത്തുണ്ട്. ക എന്നത് മുളാഫിൻ ഇലൈഹിയാണ്, അബു എന്നത് മുളാഫാണ്. ഇതിനെ ഇളാഫത്ത് ചെയ്ത് മുത്തക്കല്ലിമിന്റെ യാ അല്ലാത്തതിലേക്ക്. 3 രൂപം. ഒന്ന് ഇളാഫത്തേ ഇല്ല, ഒന്ന് ഇളാഫത്തുണ്ട്, അത് മുത്തക്കല്ലിമിന്റെ യായിലേക്കാണ്. മറ്റൊന്ന് ഇളാഫത്തുണ്ട്, മുത്തക്കല്ലിമിന്റെ യാ അല്ലാത്തതിലേക്കാണ്. നമ്മൾ ഈ പറഞ്ഞ അസ്മാഉൽ ഖംസയുടെ ഇറാബ് എന്ന നിയമം ബാധകമാകുന്നത് ഈ ഉദാഹരണത്തിൽ 3ാമത് പറഞ്ഞ സ്ഥലത്ത് മാത്രമാണ്. അതായത് മുത്തക്കല്ലിമിന്റെ യാ അല്ലാത്തതിലേക്ക് ഇളാഫത്ത് ചെയ്തുകൊണ്ട് വന്നാൽ മാത്രമേ ഈ അലിഫ് കൊണ്ട്, വാവ് കൊണ്ട് റഫ്, അലിഫ് കൊണ്ട് നസ്ബ്, യാ കൊണ്ട് ജറ് എന്ന ഇറാബ് അസ്മാഉൽ ഖംസക്ക് ലഭിക്കുകയുള്ളൂ. ഇനി അങ്ങനെ അല്ലെങ്കിലോ? ജാ അൽ അബു, ഒരു ഉദാഹരണം, പിതാവ് വന്നു, ഇവിടെ എന്തില്ല? ഇളാഫത്തേ ഇല്ല. അപ്പോൾ സാധാരണ പോലെ ലമ്മത്ത് കൊണ്ട് ജായുടെ ഫായിലാണ് അബു, അബു എന്നതിന് റഫ് കിട്ടി. റഫ് എന്തുകൊണ്ട്? ലമ്മത്ത് കൊണ്ട്. ഇനി ജാ അബി, എന്റെ പിതാവ് വന്നു, അവിടെയും അബു ഫായിലാണ്, റഫ് വേണ്ടേ? ആ റഫ് ലമ്മത്തിൽ മുഖദ്ദറ, യാന്റെ മുകളിൽ റഫ് സങ്കല്പിച്ചു, അവിടെ മുഖദ്ദറായ ലമ്മത്ത് കൊണ്ടാണ്. അവിടെ എന്തുകൊണ്ട് അങ്ങനെ മുഖദ്ദറിലായി? മുത്തക്കല്ലിമിന്റെ യായിലേക്കാണ് ഇളാഫത്ത് ചെയ്തത്. 3ാമത്തെ രൂപമാണ് ജാ അബൂക്ക, നിന്റെ പിതാവ് വന്നു. ഇവിടെ അബൂക്ക എന്നതിന് റഫ് വാവ് കൊണ്ടാണ്, കാരണം ഇതാണ് അസ്മാഉൽ ഖംസയുടെ ഷർത്തൊത്തത്. എന്താണ്? മുത്തക്കല്ലിമിന്റെ യാ അല്ലാത്തതിലേക്ക് ഇളാഫത്ത് ചെയ്തു വന്നു. ഒന്നുകൂടി ഓർക്കുക, ഇളാഫത്ത് ഇല്ലാത്ത രൂപമുണ്ട്, അവിടെ റഫ് സാധാരണ പോലെ. മുത്തക്കല്ലിമിന്റെ യായിലേക്ക് ഇളാഫത്ത് ചെയ്തു വരുന്ന രൂപമുണ്ട്, അവിടെ റഫല്ല ഇറാബ് തക്ദീറിൽ. 3ാമത്തെ രൂപം മുത്തക്കല്ലിമിന്റെ യാ അല്ലാത്തതിലേക്ക് ഇളാഫത്ത് ചെയ്തു വരിക. അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ അസ്മാഉൽ ഖംസയുടെ ഇറാബ് ഉള്ളത്. മുത്തക്കല്ലിമിന്റെ യാ
അല്ലാത്തതിലേക്ക് ഇലാഫത്ത് ചെയ്തു വരണം എന്ന ഷർത്ത് വന്ന ആ ഷർത്ത് ഒത്ത സ്ഥലത്ത് മാത്രമേ വാവ് കൊണ്ട് റഫ്, അലിഫ് കൊണ്ട് നസ്ബ്, യാ കൊണ്ട് ജെറ് എന്ന രൂപത്തിൽ അസ്മാഉൽ ഖംസത്ത് ഇറാബ് ചെയ്യുകയുള്ളൂ. ഇനി നമുക്ക് ഈ 3 രൂപത്തിലും വന്ന ഖുർആനിന്റെ കുറച്ച് ഉദാഹരണങ്ങളും കൂടി നോക്കാം. അതായത് മുത്തക്കല്ലിമിന്റെ യായിലേക്ക് ഇലാഫത്ത് ചെയ്ത രൂപം, ഇലാഫത്ത് ഇല്ലാതെ വന്ന രൂപം, മുത്തക്കല്ലിമിന്റെ യാ അല്ലാത്തതിലേക്ക് ഇലാഫത്ത് ചെയ്ത രൂപം. ഇതൊക്കെ നമുക്കൊന്ന് നോക്കാം. വലഹു അഹുൻ ഔ ഉഖ്തുൻ ഫലികുല്ലി വാഹിദിൻ മിൻഹുമ അസ്സുദുസ്. വലഹു അഹുൻ, നമുക്ക് അവിടെയാണ് വിഷയം. വലഹു അഹുൻ എന്നാണ് വന്നത്. അഹ് എന്ന പദം നമ്മൾ പഠിച്ച അസ്മാഉൽ ഖംസയിൽ പെട്ടതാണ്. പക്ഷെ അവിടെ അഹ് എന്നത് ഇലാഫത്തില്ല, ഇലാഫത്തേ ഇല്ലാതെ വന്നതാണ്. ഇലാഫത്തില്ലെങ്കിൽ ഇറാബ് എങ്ങനെ കൊടുക്കണം? സാധാരണ ലമ്മത്ത് കൊണ്ട് കൊടുക്കണം. അവിടെ അഹുൻ എന്ന ലമ്മത്ത് കൊണ്ട് കൊടുത്തു. വലഹു അഹുൻ എന്ന്, അഹുൻ എന്നതിന്റെ ഇറാബ് റഫ് ആണ്. ആ റഫ് ലമ്മത്ത് കൊണ്ട് കൊടുത്തു. ഇന്നലഹു അബൻ ഷെയ്ഖൻ കബീറ. ഇന്നലഹു അബൻ, അബൻ എന്നവിടെ ഇന്നയുടെ ഇസ്മായിട്ട് നെസ്ബാണ്. നെസ്ബ എങ്ങനെ കൊടുത്തു? ബി ഫതഹത്തിൻ ലാഹിറ, ലാഹിറായ ഫതഹ കൊണ്ട് കൊടുത്തു. എന്തുകൊണ്ട്? അബൻ എന്നത് ഇലാഫത്തില്ലാതെ വന്നതാണ്. കാല ഇതൂനി ബി അഖിൻ ലക്കും, നിങ്ങളുടെ സഹോദരനെ കൂടി കൊണ്ടുവരൂ എന്ന് പറഞ്ഞ വാക്കാണിത്. കാല ഇതൂനി ബി അഖിൻ ലക്കും, യൂസുഫ് നബി തന്റെ സഹോദരങ്ങളോട് പറഞ്ഞ വാക്കാണത് സൂറത്ത് യൂസുഫിലെ. അവരെ ബി അഖിൻ എന്നാ പറഞ്ഞു. അഖിൻ എന്നത് അവിടെ ലാഹിറായ കസ്റത്ത് കൊണ്ടാണ് ഇറാബ്. എന്തുകൊണ്ട്? അഖിൻ എന്നത് ഇലാഫത്ത് ഇല്ലാതെ വന്നു. ഇലാഫത്ത് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ സാധാരണ പോലെ ലമ്മത്ത് കൊണ്ട് റഫ്, ഫതഹത്ത് കൊണ്ട് നസ്ബ്, കസ്റത്ത് കൊണ്ട് ജർ. ഇനിയോ, ഇനി ഇലാഫത്ത് യാ മുതകല്ലിമിന്റെ യായിലേക്ക് ഇലാഫത്ത് ചെയ്തു വന്നത്. ഖാല റബ്ബി അഗ്ഫിർലി വലി അഖി, റബ്ബി അഗ്ഫിർലി വലി അഖി, എന്റെ സഹോദരൻ നീ, എനിക്കും എന്റെ സഹോദരനും നീ പുറത്തു കൊടുക്കണമേ എന്ന് മൂസാ നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ വലി അഹി എന്നാണ്. അവിടെ ലാം ജറിന്റെ ലാമാണ്. അപ്പൊ അഹി എന്നതിന് ജർ അവിടെ തഖ്ദീറിലാണ് ജർ. ഫലൻ അബ്രഹൽ അർള അത്താ യഅ്ദനലി അബി, എന്റെ വാപ്പ സമ്മതം തരാതെ ഞാൻ ഇവിടെ വിട്ടുകിടക്കൂല. അത്താ യഅ്ദനലി, എനിക്ക് സമ്മതം തരുന്നതുവരെ. ആര്? എന്റെ വാപ്പ. യഅ്ദന എന്നതിന്റെ ഫായിലാണ് അബി. ഫായിലിന് റഫ് വേണം. റഫ് എവിടെ? തഖ്ദീറിലാണ് അബി എന്നതിന്. ഖാലത് ഇന്ന അബി യദ്ഉക ലിയജ്സിയക അജ്റ മാ സഖൈത ലനാ, മൂസാ നബിയോട് ശുഐബ് നബിയുടെ മക്കൾ പെൺകുട്ടി വന്ന് പറഞ്ഞ വാക്കാണ്. ഇന്ന അബി യദ്ഉക, എന്റെ പിതാവ് നിങ്ങളെ വിളിക്കുന്നുണ്ട്. അവിടെ ഇന്ന അബി, ഇന്നയുടെ ഇസ്മാണ്, ഇസ്മിന് നസ്ബാണ്. നസ്ബ അവിടെ തഖ്ദീറിലാണ്. എന്തുകൊണ്ട് ഇവിടൊക്കെ തഖ്ദീറിലായി? ഈ പറയപ്പെട്ടതൊക്കെ മുത്തക്കല്ലിമിന്റെ യായിലേക്ക് ഇലാഫത്ത് ചെയ്ത് വന്നതാണ്. അപ്പോൾ മുത്തക്കല്ലിമിന്റെ യായിലേക്ക് ഇലാഫത്ത് ചെയ്തു വന്നാൽ ഇറാബുകൾ തഖ്ദീറിലായിരിക്കും. ഇലാഫത്ത് ഇല്ലാതെ വന്നാൽ സാധാരണ പോലെ ലമ്മത്ത് കൊണ്ട് റഫ്, ഫതഹത്ത് കൊണ്ട് നസ്ബ്, കസ്റത്ത് കൊണ്ട് ജറുമായിരിക്കും. ഇനി നമ്മൾ പറഞ്ഞ അസ്മാഉൽ ഖംസയിൽ പെട്ടതിന്റെ ഉദാഹരണം ഖുർആനിൽ നോക്കാം. ഓക്കെ, അത് ഇല്ല. ഏതായാലും നമ്മളിപ്പോ പഠിച്ചതനുസരിച്ച് ഓർത്തു വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് അസ്മാഉൽ ഖംസയെ കുറിച്ച് പറയാനുള്ളത്. അസ്മാഉൽ ഖംസ എന്ന് പറഞ്ഞാൽ 5 ഇസ്മുകളാണ്. അബ്, അഹ്, ഹമ്, ഫു, ലു. ഇവകൾക്ക് അസ്മാഉൽ ഖംസയായിട്ട് വരുമ്പോൾ വാവ് കൊണ്ട് റഫ്, അലിഫ് കൊണ്ട് നസ്ബ്, യാ കൊണ്ട് ജർ എന്നാണ് വരിക. അതിന് ഷർത്താണ് ഇവകൾ മുത്തക്കല്ലിമിന്റെ യാ അല്ലാത്തതിലേക്ക് ഇലാഫത്ത് ചെയ്തു വരണം എന്നുള്ളത്. അങ്ങനെ വന്നാൽ മാത്രമേ ഈ പറയപ്പെട്ട ഇറാബ് ലഭിക്കുകയുള്ളൂ. അല്ലാതെ ഇലാഫത്ത് ഇല്ലാതെ വരികയാണെങ്കിൽ സാധാരണ പോലെ ലമ്മത്ത് കൊണ്ട് റഫ്, ഫതഹത്ത് കൊണ്ട് നസ്ബ്, കസ്റത്ത് കൊണ്ട് ജറും. ഇനി മുത്തക്കല്ലിമിന്റെ യായിലേക്ക് ഇലാഫത്ത് ചെയ്തുകൊണ്ടാണ് വരുന്നതെങ്കിൽ അതിന് എല്ലാ ഇറാബുകളും തഖ്ദീറിലുമായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് അസ്മാഉൽ ഖംസയുമായിട്ട് പറയാനുള്ളത്. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി ഇൻഷാ അല്ലാഹ് സാറേ, പിന്നെ നമ്മളിപ്പോ മോക്ക് ടെസ്റ്റ് പോലത്തെ ടെസ്റ്റ് ഉണ്ടാവില്ല, അതിന്റെ അകത്ത് ഒരു ചോദ്യത്തില് അസ്മാഉൽ ഖംസ എത്രാന്ന് ചോദിച്ചിട്ട് സിത്ത എന്നാണ് ഉത്തരം കൊടുത്തത്. അങ്ങനെ ആ പ്രശ്നം വരുവോ? അതായത് അസ്മാഉൽ ഖംസ എന്ന് പേര് പറയുമ്പോൾ തന്നെ ഖംസ കിട്ടിയല്ലോ. അസ്മാഉൽ പിന്നെ സിത്ത എന്ന് പറയുന്നതും ഖംസ എന്ന് പറയുന്നതും ഒരു പദത്തിന്റെ വ്യത്യാസം കൊണ്ടാണ്. ഹന് എന്നത് അസ്മാഉൽ ഖംസയിൽ ഉൾപ്പെടുത്തി അസ്മാഉ സിത്ത എന്ന് പഠിക്കുന്നുണ്ട്.
അതില്ലാതെ അസ്മാഉൽ ഹംസ പഠിക്കുന്നുണ്ട്. അപ്പോൾ അസ്മാഉൽ ഹംസ എന്നാണ് ചോദ്യത്തിൽ വന്നതെങ്കിൽ 5 ഉണ്ടാവും എന്ന് ഉറപ്പിക്കാം. അല്ലെ അസ്മാഉൽ സിത്ത എന്ന് പറയണം. അങ്ങനല്ലേ? ഓപ്ഷന്റെ അകത്ത് 6ഉം 5ഉം ഉണ്ടെങ്കിൽ 5 എഴുതലായിരിക്കും നല്ലത് അല്ലേ? അത് ചോദ്യം ഇപ്പൊ എങ്ങനെയാണെന്ന് നോക്കണം. അസ്മാഉൽ ഹംസ എന്നാണെങ്കിൽ 5 ഉള്ളൂ. ആ പേര് തന്നെ മനസ്സിലായല്ലോ. ഈ ചോദ്യത്തിൽ അസ്മാഉൽ സിത്ത എത്രയാണെങ്കിൽ 6 എഴുതേണ്ടി വരും. അങ്ങനെ. ഓക്കെ. ചോദ്യം കൂടെ വായിക്കുമ്പോൾ നമുക്കത് പറയാൻ കഴിയും. സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് 5 ആയിട്ടാണ് എല്ലാ സ്ഥലങ്ങളും ഉപയോഗിക്കുന്നത്. പരീക്ഷക്കൊക്കെ കാണാറും ആ രൂപത്തിലാണ്. 6 എന്ന് പറയുന്നത് വലിയ വലിയ നെഹ്വിന്റെ കിതാബിലൊക്കെ 6 പറയുന്നുണ്ട്. അത് ഹനി എന്ന പദവും കൂടി ഉപയോഗിച്ചിട്ടാണ്. അത് പിന്നെ അത്ര ഉപയോഗത്തിൽ ഇല്ലാത്ത പദമായതുകൊണ്ട് അതിന് പരിഗണിക്കാറും ഇല്ല. കറക്റ്റ് ചോദ്യം കാണിച്ചു തരാമെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഇൻഷാ അല്ലാഹ് എങ്ങനെയാണ്. അല്ല, അത് ഗൂഗിൾ ഫോമിലുള്ള ടെസ്റ്റ് ആയിരുന്നു. അപ്പൊ അതിനകത്ത് അങ്ങനെ അന്നേരം സംശയം. ആ ചോദ്യം നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, അതിന്റെ ഓപ്ഷൻ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കാണിച്ചാൽ ഇൻഷാ അല്ലാഹ് ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, നോക്കട്ടെ. ഹലോ സാറേ, പിന്നെ ആ വല്ലാഹി ദുൽ ഫദ്ലിൽ അലീം എന്നതിന്റെ ഇറാബ് നോക്കാമോ? വല്ലാഹു ദുൽ ഫദ്ലിൽ അലീം. അതെ, വല്ലാഹു എന്നത് മുബ്തദയാണ്. വല്ലാഹു അല്ലാഹു. ഓക്കേ, ജറായിട്ടല്ലേ വരിക? വല്ലാഹി എന്നല്ലേ വരിക? വല്ലാഹി എന്നത് അത് എന്തല്ല സത്യം ചെയ്യുന്നത്. കസമിന്റെ വാവ് വരുമ്പോഴാണ് സത്യമായിട്ട് വരുന്നത്. കസമിന്റെ വാവ് വരുമ്പോൾ വല്ലാഹി അള്ളാനെ തന്നെ സത്യം എന്ന അർത്ഥത്തിലാണ് കസമിന്റെ വാവ് വരുന്നത്. വല്ലാഹി എന്ന് പറയും. വല്ലാഹു എന്നത് വാവ് വരെ, അള്ളാഹു എന്നത് മുബ്തദയാണ്. വാവ് അവിടെ ഇസ്തിനാഫിന്റെ വാവായിട്ട് വരുന്നതാണ്. വല്ലാഹു അള്ളാഹു ആകുന്നത്. ദുൽ ഫദ്ലി ഫദ്ൽ ഉടയവനാകുന്നു. അല്ലളീം മഹത്തായ ഫദ്ൽ ഉടയവനാകുന്നു എന്നാണ്. അല്ലെങ്കിൽ എങ്ങനെ അർത്ഥം വരും? വല്ലാഹി അള്ളാനെ തന്നെ സത്യം എന്നർത്ഥം വരണം. അത് അവിടെ യോജിക്കൂല. കസമിന്റെ വാവ് വരുമ്പോഴാണ് വല്ലാഹി. അപ്പൊ വല്ലാഹി എന്നുള്ളത് മുബ്തദി, ദുൽ ഫദ്ൽ എന്നുള്ളത് ഖബറായിട്ട് വെക്കും അല്ലേ? ഫദ്ൽ എന്നത് മുളാഫിൻ ഇലൈഹി, ദു എന്നത് ഖബർ. ക്ലിയർ ആയോ? സാറേ, അതില് ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നോ സാറേ? ഈ അബൂന ഷീഖുൻ കബീറും അതുപോലെ അതിന്റെ താഴെ ഉള്ളതും അതൊന്ന് പറഞ്ഞുതരാമോ? എന്താണ് പറയേണ്ടത്? അതിലുള്ള എങ്ങനെയാണ് ഇത് വന്നതെന്നുള്ളത്, പിന്നെ അസ്മാഉൽ ഹംസയിലെ റഫായി വന്നത്. ഓക്കെ, അബൂന ഷെയ്ഖുൻ. അബൂന എന്നത് ഞങ്ങളുടെ പിതാവ്, ഷെയ്ഖുൻ കബീറുൻ. അവിടെ ഇറാബ് എന്താ എന്ന് മനസ്സിലായിട്ടുണ്ടോ? അബൂന എന്നത്, അബു എന്നത് മുബ്തദയാണ്. ഒരു ഇസ്മു തുടങ്ങിയാൽ ആ ഇസ്മു മുബ്തദയാണല്ലോ. ന എന്നത് മുളാഫിൻ ഇലൈഹിയാണ്. ഷെയ്ഖുൻ എന്നതിന്റെ ഖബറാണ്. കബീറുൻ എന്നത് ആ ഖബറിന്റെ സിഫത്താണ്. അപ്പൊ അബൂന ഷെയ്ഖുൻ കബീർ, ഞങ്ങളുടെ പിതാവ് വലിയ ഒരു ഷെയ്ഖ് ആകുന്നു, പ്രായമുള്ള ഒരു ഷെയ്ഖ് ആകുന്നു. അപ്പൊ മുബ്തദയാവും. മുബ്തദിന്റെ ഇറാബ് എന്താ? റഫ് ആണ്. അപ്പോൾ അവിടെ റഫ് എങ്ങനെ? വാവ് കൊണ്ട്. കാരണം അത് അസ്മാഉൽ ഹംസയിൽ പെട്ടതാണ്. മുബ്തദയാണ് അബൂന എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതിൽ മുളാഫു ഇലൈഹി ആശയെങ്കിൽ ജറ ഉണ്ട് സാറേ. മുളാഫു ഇലൈഹി നായാണ്. ന എന്നത് ജർ തന്നെയാണ്. പക്ഷെ ന എന്നത് മബ്നിയാണ്. അത് നമുക്ക് വേറെ പഠിക്കാനുണ്ട്. മബ്നിക്കൊക്കെ ഇറാബ് മഹല്ലിലാണ്. മബ്നിയായ ഏത് പദം വന്നാലും ആ പദത്തിന്റെ ഇറാബ് 3 രൂപത്തിലുണ്ട്. ഒന്ന് വ്യക്തമായിട്ടുള്ള ലാഹിറായത്, രണ്ടാമത്തത് മുഖദ്ദറായിട്ട്, മൂന്നാമത്തത് മഹല്ലില്. ക്ലിയർ? ഈ മഹല്ലിലാണ് വരുന്നത്. എന്നത് ലമീറാണ്. എല്ലാ ലമീറുകളും മബ്നിയാണ്. മബ്നിയാകും, അതിന് ഇറാബ് മഹല്ലിലാണ്. ഇറാബ് അവിടെ ജർ തന്നെയാണ്. ശരിയാ. അപ്പൊ രണ്ടാമത്തിലേക്ക് കടക്കാലല്ലേ? മുസന്ന. തസ്നിയെ കുറിച്ചാണ് ഈ പറയുന്നത്. മാ ദല്ല അലാ ഷൈഇൻ ഇത്നൈൻ, 2 കാര്യങ്ങളുടെ മേൽ അറിയിക്കുന്നത്. ബി സിയാദത്തി അലിഫിൻ വ നൂനിൻ ഔ യാഇൻ വ നൂനിൻ ഫി ആഖിരി, അവസാനത്തിൽ അലിഫുൻ നൂനുമോ അല്ലെങ്കിൽ യാഉൻ നൂനുമോ ചേർത്തുകൊണ്ട് 2 കാര്യങ്ങളുടെ മേൽ അറിയിക്കുന്ന ഇസ്മുകൾക്കാണ് മുസന്ന എന്ന് പറയുക. ഇപ്പൊ കിതാബുൻ പുസ്തകം, കിതാബാനി അല്ല കിതാബൈനി 2 പുസ്തകങ്ങൾ, 2 പുസ്തകമേ. കലമ് പേന, കലമാനി കലമേനി 2 പേനകൾ. ബാബ് വാതില്, ബാബാനി ബാബൈനി
അപ്പൊ ഈ അറബി ഭാഷക്കുള്ള ഒരു പ്രത്യേകത ആണ് ഈ ഡുവൽ ഫോം ഉപയോഗിക്കുകയാണ്. ബാക്കി മലയാളം ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും അവിടെ ഒക്കെ സിംഗുലർ പ്ലൂറൽ, ഏകവചനം ബഹുവചനം, അതിൽ ഒന്ന് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ബഹുവചനമായിട്ട് ഉപയോഗിക്കും. അറബിയിൽ മാത്രം ഈ ഒരു സിംഗുലർ ഉണ്ട്, പിന്നെ ഒരു ഡുവൽ ഫോം ഉണ്ട്, പിന്നെയാണ് പ്ലൂറൽ വരുന്നത്. ആ ഡുവൽ ഫോം ആണ് ഈ തസ്നിയ, രണ്ടെണ്ണത്തിന് ഉപയോഗിക്കുന്ന പ്രത്യേകമായ ഫോം. അത് നമ്മൾ അലിഫുൻ നൂനുമോ അല്ലെങ്കിൽ യാഉൻ നൂനുമോ അവസാനത്തിൽ കൊടുത്താൽ അങ്ങനെയാക്കാം. കിതാബുൻ എന്നത് കിതാബാനി എന്നോ കിതാബൈനി എന്നോ വരും. കലമുൻ, കലമാനി, കലമൈനി, അങ്ങനെ രണ്ട് വസ്തുക്കളുടെ മേൽ അറിയിക്കുന്നതിനാണ് തസ്നിയ എന്ന് പറയുക. തസ്നിയക്ക് ഇഅ്റാബ് നമുക്ക് നോക്കാം. റഫ്ഉ ബിൽ അലിഫ്, വളരെ ശ്രദ്ധിക്കുക, അലിഫ് കൊണ്ട് റഫ്ഉ. അസ്മാഉൽ ഖംസക്ക് അലിഫ് ഉണ്ട്, പക്ഷെ അലിഫ് കൊണ്ട് നസ്ബാണ്. പരസ്പരം നമുക്കിത് മാറിപ്പോകുന്നതാണ് പലപ്പോഴും പരീക്ഷകൾക്കൊക്കെ സംഭവിക്കുന്നത്. റഫ്ഉ അലിഫ് കൊണ്ട്. ഏതുപോലെ നജഹ ത്വാലിബാനി, രണ്ടു വിദ്യാർത്ഥികൾ വിജയിച്ചു. നജഹ എന്ന് പറഞ്ഞാൽ വിജയിച്ചു, അതിന്റെ ഫായിലാണ് അത്വാലിബാനി. ഫായിലിന് റഫ് ആണ്. അപ്പോ ത്വാലിബാനി എന്നത് റഫ് എവിടെ? അലിഫ് കൊണ്ട്. എന്തുകൊണ്ട്? ത്വാലിബാനി എന്നത് തസ്നിയ ആയതുകൊണ്ട്. നസ്ബും ജറും ഇത് രണ്ടും യാ കൊണ്ടാണ്. നസ്ബും യാ കൊണ്ടാണ്, ജറും യാ കൊണ്ടാണ്. റഅയ്തു ത്വാലിബൈനി, ഞാൻ രണ്ടു വിദ്യാർത്ഥികളെ കണ്ടു. റഅയ്തു എന്നത് ഫിഅലും ഫായിലുമാണ്. അതിന്റെ മഫ്ഊലാണ് ത്വാലിബൈനി. മഫ്ഊൽ നസ്ബ് വേണം, നസ്ബ് യാ കൊണ്ട്. സല്ലംതു അല ത്വാലിബൈനി, ഞാൻ രണ്ടു കുട്ടികളോട് സലാം പറഞ്ഞു. അല എന്നത് ജറിന്റെ ഹർഫാണ്. ജറിന്റെ ഹർഫിന് ശേഷം മജ്റൂറാണ് വരേണ്ടത്. ത്വാലിബൈനി എന്ന ജറാണ് യാ കൊണ്ട്. അപ്പോൾ തസ്നിയക്ക് അലിഫ് കൊണ്ട് റഫ്ഉം യാ കൊണ്ട് നസ്ബും ജറുമാണ്. ഇതും പലപ്പോഴും പരീക്ഷകൾക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന വിഷയം, ഇതിന്റെ നൂനിനെ, ഈ പറയപ്പെട്ട തസ്നിയന്റെ നൂനിനെ ഇളാഫത്ത് ചെയ്യുന്ന സമയത്ത് ആ നൂനിനെ കളയും എന്നത് നിർബന്ധമാണ്. ആ രൂപത്തിലൊക്കെയുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരാറുണ്ട്. അതായത് ഇപ്പൊ കലമാനി അല്ല കിതാബാനി, കിതാബാനി എന്ന നൂനുണ്ടല്ലോ, ആ നൂനിനെ കളയും. ഈ പദം മുളാഫായിട്ട് വന്നാൽ, മുളാഫ് ഇലൈഹി അല്ല, മുളാഫായിട്ട് വന്നാൽ, ഇതിനെ ഇളാഫത്ത് ചെയ്തുകൊണ്ട് വന്നാൽ ആ നൂനിനെ കളയൽ നിർബന്ധമാണ്. ഏതുപോലെ ആദാനി ബൈത്താ സെയ്ദിൻ, ഇത് സെയ്ദിന്റെ രണ്ടു വീടാണ്. ബൈത്താനി എന്നാണ് സത്യത്തിൽ ഉണ്ടാവുക. ബൈത്താനി എന്നത് നൂനിനെ കളഞ്ഞു. എന്തുകൊണ്ട്? അവിടെ സെയ്ദിൻ എന്നത് സെയ്ദിന്റെ വീട്, സെയ്ദിന്റെ രണ്ട് വീട് എന്ന സെയ്ദിൻ എന്നത് മുലാഫിനിലെയും ബൈത്ത് എന്നത് മുലാഫുമായിട്ട് ഇളാഫത്ത് ചെയ്തുകൊണ്ട് വന്നത് കൊണ്ട് ബൈത്താനി സെയ്ദ് എന്ന് പറയില്ല, ബൈത്താ സെയ്ദിൻ. അവിടെ അലിഫ് കൊണ്ട് റഫ് ആണ്, കാരണം ആദാനി എന്നത് മുബത്തദയാണ്, അതിന്റെ ഖബറാണ് ബൈത്താനി എന്നുള്ളത്. അപ്പൊ റഫ് അലിഫ് കൊണ്ടാണ്, അതൊക്കെ ശരിയാണ്. പക്ഷെ നൂൻ അവിടെ കളഞ്ഞു. എന്തുകൊണ്ട്? ബൈത്ത എന്നത് മുലാഫായിട്ട് വന്നതുകൊണ്ട്. അല്ലെ ഖറഅതു കിതാബൈ മുഹമ്മദിൻ, മുഹമ്മദിന്റെ രണ്ട് പുസ്തകങ്ങൾ ഞാൻ വായിച്ചു. കിതാബൈ മുഹമ്മദിൻ, ഇവിടെ കിതാബൈ എന്ന് ഖറഅതു എന്നതിന്റെ മഫ്ഊലാണ്. മഫ്ഊലാമു യാ കൊണ്ട് നസ്ബാണ്, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ കിതാബൈനി മുഹമ്മദിൻ എന്ന സത്യത്തിൽ ഉണ്ടാവേണ്ടത് നൂനെ കളഞ്ഞു. എന്തുകൊണ്ട്? കിതാബൈ എന്ന തസ്നിയ മുളാഫായി വന്നതുകൊണ്ട്. അതുപോലെ കതബ്തു ബി കലമൈ ബഷീറിൻ, ബഷീറിന്റെ രണ്ടു പേന കൊണ്ട് ഞാൻ എഴുതി. കലമൈ എന്നത് ജറാണ്, ബി ഹർഫ് ജറ് വന്നത് കൊണ്ട് ആ യാ കൊണ്ടാണ് ജറ്. പക്ഷെ നൂനെ കളഞ്ഞു, കാരണം ബഷീറിന്റെ രണ്ടു പേന എന്ന മുളാഫുൻ ഇലൈഹി അവിടെ വന്ന് ഇളാഫത്ത് ചെയ്ത് വന്നതുകൊണ്ട്. അപ്പോൾ അലിഫ് കൊണ്ട് റഫും യാ കൊണ്ട് നസ്ബും ജറുമാണ് ഈ തസ്നിയയുടെ ഇറാബ്. എന്നാൽ ഈ തസ്നിയ മുളാഫായിട്ട് വരുന്ന സമയത്ത് അതിന്റെ നൂനിനെ കളയൽ നിർബന്ധമാണ്. അപ്പൊ പരീക്ഷയ്ക്ക് ചിലപ്പം ഖറഅതു എന്ന് കൊടുക്കും, എന്നിട്ട് പിന്നെ ഡാഷ് മുഹമ്മദ് എന്ന് കൊടുത്തിട്ട് കിതാബൈ എന്നും കൊടുക്കും, കിതാബൈനി എന്നും കൊടുക്കും, കിതാബാന്നും കൊടുക്കും, കിതാബാനി എന്നും കൊടുക്കും. അപ്പൊ നമ്മൾ സംശയിച്ചു പോകും, കാരണം യാ കൊണ്ട് നസ്ബ എന്ന് പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ കിതാബൈനി എഴുതി വെക്കും, പക്ഷെ നൂൻ അവിടെ കളയൽ നിർബന്ധമാണ്. അപ്പൊ ശേഷം വരുന്നത് മുളാഫിനി ആണോ എന്ന് ആലോചിക്കണം. അങ്ങനെ നോക്കിയിട്ട് ഇതൊക്കെ ഫില്ല് ചെയ്യാൻ പറ്റും. ആ നൂനെ കളയൽ നിർബന്ധമാണ്. ഇത്രയും കാര്യങ്ങളാണ് തസ്നിയയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി മൂന്നാമത്തേലേക്ക് കടക്കാം. ഓക്കെ, ഇതുമായിട്ട് എന്തെങ്കിലും? സാറേ,
ഇതിലെ മുലാഫിന്റെ ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ മുലാഫ് ഇല്ലാതെ മുലാഫ് ഇലൈഹി മാത്രം വരുന്ന സന്ദർഭം ഉണ്ടോ? മുലാഫിനെ കളയുന്നേ അല്ല, ഇപ്പോ ചില സെന്റൻസിൽ മുലാഫ് ഇല്ലാതെ മുലാഫ് ഇലൈഹി മാത്രം വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടോന്ന് ചോദിച്ചതാ. മുലാഫിനെ കളയുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. മുലാഫിനെ കളയുന്ന സ്ഥലങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അതിന് കുറെ ഉണ്ട്. പക്ഷെ ഞാൻ ഇവിടെ പറഞ്ഞത് പരീക്ഷയ്ക്ക് വരുന്ന സമയത്ത് ചിലപ്പോൾ ഉണ്ടാവും ഈ മുലാഫായിട്ടുള്ള ഈ തസ്നിയൻ എടുത്ത് ബ്രാക്കറ്റ് കൊടുക്കും, താഴെ കൊടുക്കും. മുലാഫിന് ഇലയിലേക്ക് സെന്റൻസിൽ കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ താഴെയുള്ളത് എടുത്ത് നമ്മൾ പൂരിപ്പിക്കുന്ന സമയത്ത് ഇപ്പൊ ഈ കിതാബ് എന്നത് ഇവിടെ ഇല്ല, അല്ലെങ്കിൽ ബൈത്ത എന്നുള്ളതില്ല, ആദാനി ഡേഷ് സെയ്ദിൻ നൽകി കൊടുക്കുക. താഴെ ഓപ്ഷനിൽ ബൈത്താന്നും കൊടുക്കും, ബൈത്താനി എന്നും ഉണ്ടാവും. അപ്പൊ നമ്മൾ പെട്ടെന്ന് റഫ് ആണ്, റഫ് കാലിഫോണ്ടാണ് പഠിച്ചിരിക്കുന്നത്, തസ്നിയാണ്, അപ്പൊ ബൈത്താനി എഴുതി വെക്കും. പക്ഷെ സെയ്ദിൻ എന്ന മുലാഫിൻ ഇലൈഹി ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ബൈത്താ സെയ്ദ് എന്നുള്ളത് നോക്കിയിട്ട് എഴുതാമെന്ന് പറഞ്ഞതാണ്. ഓക്കെ സാർ. ഓക്കെ. ഹലോ സാറേ, പിന്നെ ഇവിടെ ഈ ഫീലും ഫായിലൊക്കെ പിന്നെ മാറി വരുമ്പോ ഇപ്പം ഫായിൽ മുൻകിടക്കുമ്പോ ഫീലിൽ വരുന്ന മാറ്റമൊക്കെ നമ്മൾ ഫീലിനെ കുറിച്ച് പഠിക്കുമ്പോഴാണോ ചർച്ച ചെയ്യുക? അവിടെ ചർച്ച ചെയ്യാം. ഓക്കെ. ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് ഈ ഫർഇയായ ഇറാബിന്റെ അടയാളങ്ങളെ കുറിച്ച് മാത്രമാണ് ഇപ്പൊ ചർച്ച ചെയ്യുന്നത്. അതോടൊക്കെ പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അതല്ല, ഫീലിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ മുസന്ന ചർച്ച ചെയ്യുമ്പോൾ പഠിക്കില്ലല്ലോ, ഫീലില് വരുന്ന മാറ്റങ്ങള്. ഇപ്പോ താലിബാനി പറയുമ്പോ അത് നമ്മൾ ഫീലിനെ കുറിച്ച് ചർച്ച ചെയ്യും, ഫായിലിനെ കുറിച്ചും ചർച്ച ചെയ്യും. അവിടെ നമ്മൾ പഠിക്കും ഫായിലിനെ കുറിച്ചും മഫ്ഊലിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവിടെ ഫായിൽ വരുമ്പം ഫീലിൽ മാറ്റം വരും, മഫ്ഊൽ വരുമ്പോൾ മാറ്റം വരില്ല എന്നുള്ള ചർച്ചകളൊക്കെ വരും. ഇനി ജംഉൽ മുദക്കരി സാലിം. ജംഉ മുദക്കർ സാലിമാണ് അടുത്തത്. ജംഉകള് 3 തരത്തിലാണ് ജംഉ ഉള്ളത്. ഇപ്പൊ നമ്മൾ സിംഗുലർ പഠിച്ചു, സിംഗുലർ എന്നാണ് തസ്നിയ വന്നത്. തസ്നിയ പോലെ മറ്റൊന്നാണ് ജംഉ. ജംഉ 3 രൂപത്തിലുണ്ടാവുക. ഒന്നെങ്കിൽ മുഫ്രദിന്റെ രൂപത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉള്ളത്, അല്ലെങ്കിൽ മാറ്റമില്ലാത്തത്. മുഫ്രദിന്റെ രൂപത്തിലൊന്നും ഒരു മാറ്റവും ഉണ്ടാവില്ല, അവസാനത്തിൽ എന്തെങ്കിലും ചേരുകയേ ഉള്ളൂ. ഈ രൂപത്തിൽ മാറ്റം വരുന്ന ഇപ്പൊ കിതാബ്, കുത്തുബ്, റജുല്, റിജാല്, അവിടെയൊക്കെ അലിഫ് അധികം വന്നു, കുത്തുബിലെ കിതാബിന്റെ അലിഫ് കുറഞ്ഞു. അങ്ങനെയുള്ള മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആണ് ജംഉ തക്സീർ. അതൊക്കെ നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ്. രൂപത്തിലൊന്നും മാറ്റം വരാതെ, അതാണ് സാലിം എന്ന പേര്, രക്ഷപ്പെട്ടത്. രൂപത്തിലൊന്നും ഒരു മാറ്റമില്ല, ഒന്നുമില്ല, അവസാനത്തിൽ എന്തെങ്കിലും ചേരുകയുള്ളൂ. അങ്ങനെയുള്ള ജമാണ് ജംഉ മുദക്കർ സാലിമും ജംഉ മുഅന്നസ് സാലിമും. അതിൽ നമ്മൾ ഇപ്പം പറയാൻ പോകുന്നത് ജംഉൽ മുദക്കർ സാലിമാണ്. 3 തരത്തിലാണ് മൊത്തം ജംഉ. ജംഉ തക്സീർ, ജംഉൽ മുദക്കർ സാലിം, ജംഉൽ മുഅന്നസ് സാലിം. അതിൽപ്പെട്ട ജംഉൽ മുദക്കർ അസ്സാലിം മാ ദല്ല അല അക്തറ മിൻ ഇസ്നൈനി ബിസിയാദതി വാവിൻ വനൂനിൻ ഔ യാഇൻ വനൂനിൻ ഫി ആഖിരിഹി. 2-ലധികം വസ്തുക്കളുടെ മേൽ അറിയിക്കുന്നത്. കാരണം 1-നുള്ളതും 2-നുള്ളതും കഴിഞ്ഞ് 3 മുതൽ ആ കൂടുതലുള്ള ജംഉ അത് വാവും നൂനുമോ അല്ലെങ്കിൽ യാഉം നൂനുമോ അവസാനത്തിൽ ചേർത്തുകൊണ്ട്, അവസാനത്തിൽ വാവും നൂനുമോ അല്ലെങ്കിൽ യാഉം നൂനുമോ ചേർത്തുകൊണ്ട് പറയുന്ന ജംഉ. ഏതുപോലെ കാദിമുൻ. കാദിമുൻ എന്നത് കാദിമൂന, കാദിമീന, വരുന്നവൻ, വരുന്നവർ എന്ന അർത്ഥത്തിൽ കാദിമിന്റെ കൂടെ വാവും നൂനും അല്ലെങ്കിൽ യാഉം നൂനും ചേർത്തു. ജാലിസുൻ ഇരിക്കുന്നവൻ, ജാലിസൂന, ജാലിസീന. അതുപോലെ തന്നെ ആമിലുൻ, ആമിലൂന, ആമിലീന. ഇവിടൊക്കെ വാവും നൂനുമോ അല്ലെങ്കിൽ യാഉം നൂനുമോ ചേർത്തുകൊണ്ട് ജമ്മാക്കി. ഇങ്ങനെയുള്ള ജമ്മുകളൊക്കെ ജംഉ മുദക്കർ സാലിം എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിന്റെ ഏറാബുകളെ കുറിച്ചാണ്. ജംഉൽ മുദക്കർ സാലിമിന്റെ ഏറാബുകളെ കുറിച്ചാണ്. വാവ് കൊണ്ട് റഫ്, ഏതുപോലെ തന്നെ അസ്മാഉൽ ഖംസയിൽ പഠിച്ചതുപോലെ വാവ് കൊണ്ട് റഫ്. പരസ്പരം മാറിപ്പോകുന്നത് അതൊക്കെ എളുപ്പമാണ്. പക്ഷെ വിഷയം എന്താന്ന് പറഞ്ഞാൽ ഇത് വരുന്ന സമയത്ത് പരസ്പരം നമുക്ക് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ക്ലിയർ ചെയ്ത് പഠിക്കണം. വാവ് കൊണ്ട് റഫ്. തഇബൽ ആമിലൂന, തൊഴിലാളികൾ ക്ഷീണിച്ചു, തൊഴിലാളികൾ ക്ഷീണിച്ചു. ഇവിടെ തഇബ എന്ന ഫിയലാണ്, അതിന്റെ ഫായിലാണ് അൽ ആമിലൂന. ഫായിലിന് റഫ് ആണ്, റഫ് വാവ് കൊണ്ട്, കാരണം ജംഉൽ മുദക്കർ സാലിം ആയതുകൊണ്ട്. നസ്ബും ജറും യാ കൊണ്ടാണ്.
നെസ്ബ് വരുന്നതും ജെറ് വരുന്നതും യാ കൊണ്ടാണ്. അക്റംതുൽ കാദിമീന, വരുന്നവരെ ഞാൻ ബഹുമാനിച്ചു. അക്റംതു എന്നത് ഫിയലാണ്, അതിൽ ഫായിലുമുണ്ട്, അതിന്റെ മഫ്ഊലാണ് അൽ കാദിമീന. മഫ്ഊലിന് നെസ്ബ് യാ കൊണ്ട്. ജലസ്തു മഅൽ ജാലിസീൻ, ഞാൻ ഇരിക്കുന്നവരോടൊപ്പം ഇരുന്നു. മഅ എന്നതിന്റെ മുളാഫിൻ ഇലൈഹിയാണ് ജാലിസീൻ. ജാലിസീൻ എന്നതിന് ജറാണ്, ജറ് യാ കൊണ്ട്. അങ്ങനെ ജംഉൽ മുദക്കർ സാലിമിന് വാവ് കൊണ്ട് റഫ്ഉം യാ കൊണ്ട് നെസ്ബും ജറുമാണ് ഇഅ്റാബ്. ഇനി ഇവിടത്തെ വിഷയം നേരത്തെ തസ്നിയ പറഞ്ഞതുപോലെ തന്നെയാണ്. ജംഉൽ മുദക്കർ സാലിമിന്റെയും നൂനിനെ ഇളാഫത്തിന്റെ സമയത്ത് കളയും എന്നുള്ളതാണ്. ജംഉൽ മുദക്കർ സാലിമിലുള്ള ആ നൂനിനെയും ഇളാഫത്തിന്റെ സമയത്ത് കളയും. ഏതുപോലെ? ജാഅ ആമിലുൽ മസ്നഇ, ജാഅ ആമിലുൽ മസ്നഇ, ആ ഫാക്ടറിയിലെ തൊഴിലാളികൾ വന്നു. ഇവിടെ ആമിലൂന എന്നാണ് വേണ്ടത്, കാരണം തൊഴിലാളികൾ. ആമിൽ എന്നതിന്റെ ജംഉ മുദക്കർ സാലിമാണ് ആമിലൂന. ജാഅ എന്നതിന്റെ ഫാഇൽ ആയതുകൊണ്ട് വാവ് കൊണ്ട് റഫ് ആണ്. പക്ഷെ ആമിലു എന്നേ പറഞ്ഞിട്ടുള്ളൂ, കാരണം ആമിലു എന്നത് മുലാഫാണ്, അതിന്റെ മുലാഫി ഇലൈഹിയാണ് മസ്നഇ. അതുകൊണ്ട് ജാഅ ആമിലുൽ മസ്നഇ. റഅയ്തു മുസ്ലിമീ കേരള, കേരളത്തിലെ മുസ്ലിമീങ്ങളെ ഞാൻ കണ്ടു. ഇവിടെ മുസ്ലിമീ എന്ന്, മുസ്ലിമി എന്നത് റഅയ്തു എന്നതിന്റെ മഫ്ഊലാണ്, മഫ്ഊലിന് നെസ്ബാണ്, യാ കൊണ്ട് നെസ്ബ് ചെയ്തു. പക്ഷെ അവിടെ നൂനെ കളഞ്ഞു മുലാഫായതുകൊണ്ട്. ദഹബതു ഇലാ ആലിമിൽ മദീന, ആ പട്ടണത്തിലെ പണ്ഡിതന്മാരുടെ അരികിലേക്ക് ഞാൻ പോയി. ഇല എന്നത് ഹർഫ് ജറാണ്, അപ്പോൾ ആലിമി എന്നത് മജ്റൂറാണ്, യാ കൊണ്ട് ജറാണ്. പക്ഷെ അവിടെയൊക്കെ ആലിമീന, മുസ്ലിമീന, ആമിലൂന എന്നുള്ള നൂനെ കളഞ്ഞു മുലാഫായിട്ട് വന്നതുകൊണ്ട്. അപ്പൊ അതൊരു പൊതു തത്വമാണ്. തസ്നിയയും അതുപോലെ ജംഉ മുദക്കർ സാലിമും മുലാഫായിട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ നൂനിനെ കളയൽ നിർബന്ധമാണ്. അങ്ങനെ നൂനെ കളഞ്ഞതാണ് ആമിലൂനയും മുസ്ലിമൂനെയും ആലിമീന എന്നുള്ളതും. ഇത് ജംഉ മുദക്കർ സാലിമിന്റെയും നിയമമാണ്. ഇത്രയും കാര്യങ്ങളാണ് ജംഉ മുദക്കർ സാലിമിന്റെ ഇറാബുമായിട്ട് പറയാനുള്ളത്. വിശാലമായിട്ട് ഇതൊക്കെ പറയാനുണ്ട്, പക്ഷെ നമുക്ക് പരീക്ഷാ ബേസിലായതുകൊണ്ട് പരീക്ഷയ്ക്ക് പ്രധാനമായിട്ടും വരുന്നത് ഈ ഇറാബ്, ജംഉ മുദക്കർ സാലിമിന്റെ ഒക്കെ ഇറാബുമായി ബന്ധപ്പെട്ട ഉദാഹരണങ്ങൾ ഫില്ല് ചെയ്യാനാണ് വരാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ചുരുക്കുന്നത്. അപ്പോൾ ഈ കാര്യം വളരെ ശ്രദ്ധിക്കണം. എന്ത്? വാവ് കൊണ്ട് റഫ്, യാ കൊണ്ട് നെസ്ബ് ചെയ്യുന്ന ഇറാബും ഈ മുലാഫായിട്ട് വരുന്ന സമയത്ത് നൂനെ കളയൽ നിർബന്ധമാണ് എന്നുള്ളത്. സാറേ, ഈ രണ്ടാമത്തെ ഉദാഹരണം മുസ്ലിമേ എന്ന് വായിച്ചൂടെ? എങ്ങനെ? രണ്ടാമത്തെ ഉദാഹരണത്തില് റഅയ്തു മുസ്ലിമൈ കേരള എന്ന് വായിച്ചൂടാ? ഓ, വായിക്കാം, കുഴപ്പമില്ല. പക്ഷെ അത് നമ്മളെ സ്ട്രക്ചർ അനുസരിച്ച് അവിടെ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് വായിക്കാം. വായിക്കുന്നതിന് കുഴപ്പമില്ല, കാരണം അങ്ങനെ വായിച്ചാൽ തസ്നിയാവും. രണ്ടാളുകളെ കണ്ടു, രണ്ട് മുസ്ലിങ്ങളെ കണ്ടു എന്നാവും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റൂലല്ലോ, ഇത് മുസന്നന്റെ ആണോ അല്ലെങ്കിൽ ജംഉ മുദക്കർ സാലിമിന്റെ ആണോ ഉദ്ദേശിച്ചെന്ന് ഇപ്പൊ എങ്ങനെ മനസ്സിലാകുക? ക്വസ്റ്റ്യൻ ഞാൻ നോക്കുന്ന സമയത്ത് അങ്ങനെ വരുന്ന ക്വസ്റ്റ്യനിലൊക്കെ ഒരുപോലെ ഓപ്ഷൻ കൊടുക്കും. കാരണം പറയണം മുസ്ലിമൈ എന്ന് മുസ്ലിമി എന്ന് രണ്ടും കൂടി കൊടുക്കാറില്ല. മുസ്ലിമൈ എന്ന് കൊടുത്താൽ മുസ്ലിമാ എന്ന് കൊടുക്കും. അപ്പൊ മുസ്ലിമാ എന്ന് പറയുമ്പോൾ കേരള, അവിടെ ചിലപ്പോ മുസ്ലിമി എന്ന് കൊടുത്തിട്ട് രണ്ട് ഓപ്ഷന് യാ ഉള്ളത് വരൂലാന്ന്, പിന്നെ മുസ്ലിമാ എന്നാ വരിക. ചിലപ്പോൾ മുസ്ലിമൈനി എന്ന് വരും. എന്ന് പറഞ്ഞാൽ നൂന് കൊടുത്തുകൊണ്ടുള്ളതും അലിഫിട്ടുള്ളതും അങ്ങനെ വ്യത്യസ്തമായ ഉദാഹരണങ്ങൾ വരും. അതിൽ ഒന്ന് മാത്രമേ യോജിച്ചതുണ്ടാവും. എല്ലാ ശബ്ദവും മൊത്തം നൂനെ കളയണം, യാ വരണം, ഇതെല്ലാം മൊത്തം ഒന്നേ വരും, രണ്ടെണ്ണം വരൂല. പറഞ്ഞ് ക്ലിയർ ആയോ? അപ്പൊ ഇതേ ഉദാഹരണം റഅയ്തു ഡാഷ് കേരള എന്ന് പറഞ്ഞു. അവിടെ കൊടുക്കുക എങ്ങനെ? ഈ മുസ്ലിമൈ എന്നത് കൊടുത്തു. മുസ്ലിമൈ എന്നോ മുസ്ലിമി എന്നോ എങ്ങനെ അതൊന്ന് കൊടുത്തു. പിന്നെ അടുത്തത് എങ്ങനെ കൊടുക്കും? മുസ്ലിമൈനി. അടുത്തത് എങ്ങനെ കൊടുക്കും? മുസ്ലിമാ. അടുത്തതോ മുസ്ലിമീന. ഈ നാലെണ്ണം കൊടുത്താൽ ഏതാ ശരിയാവുക? മുസ്ലിമൈ എന്നുള്ള ആ ഒരു ഉദാഹരണേ ശരിയാവും. കാരണം എന്താ? രണ്ടെണ്ണത്തിൽ യാ നൂനുണ്ട്, നൂൻ അവിടെ വരൂല. ഒന്ന് അലിഫാണ്, അലിഫ് റഫിന്റെ സമയത്താണ്, നെസ്ബിന്റെ സമയമാണിത്, അതും വരൂല. അങ്ങനെ മനസ്സിലാക്കി എടുക്കാൻ കഴിയും. രണ്ട് ഒരേപോലെ വരൂല. പിന്നെ ഇവിടെ കാദിമുൻ എന്നുള്ളത് വരുന്നവൻ എന്നാണല്ലോ അർത്ഥം. അപ്പൊ കാദിമൂന എന്ന് പറഞ്ഞാലും കാദിമീന എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണോ വരിക?
ഒരു അർത്ഥമാണ്. പക്ഷെ അത് നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നത് ഏറാബ് അനുസരിച്ച് മാറും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അത്രേ ഉള്ളൂ. അത് കാതി മീന എന്നുള്ളത് നെസ്ബിന്റെയും ജെറിന്റെയും സമയത്താണ് ഉപയോഗിക്കുക. കാതി മൂന എന്നുള്ളത് റഫിന്റെ സമയത്താണ് ഉപയോഗിക്കുക. ആ വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, അത് മനസ്സിലായി സാറേ. പിന്നെ ഇത് രണ്ടും അല്ലാത്ത രീതിയിൽ ഇപ്പം കാതി മൂനാന്നും കാതി മീനാന്നും നോർമലി നമ്മൾ പറയുന്ന സമയത്ത് സെയിം മീനിങ് ആണോ വരാന്ന് ചോദിച്ചതാ. നോർമലി നമ്മൾ പറയുമ്പോൾ കാതി മൂന എന്നാണ് പറയാറുള്ളത്. കാരണം അവിടെ റഫ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. ഇപ്പൊ സെയ്ദുൻ, നമ്മൾ സെയ്ദൻ സാധാരണ സെയ്ദിനെ മാത്രം പറയാൻ നമ്മൾ എങ്ങനെ പറയാം? സെയ്ദുൻ എന്നല്ലേ. മുഹമ്മദുൻ, മുഹമ്മദ് എന്നോ മുഹമ്മദ് എന്നോ പറയലുണ്ടോ? പറയാറില്ല. കാരണം റഫ് ആയിട്ടാണ് നമ്മൾ പൊതുവെ ഉപയോഗിക്കുക. അപ്പൊ അതുപോലെ നമ്മൾ ഏത് കാതി മൂനാന്ന് പറയും, കാതി മീനെ പറയാറില്ല എന്നല്ലോ. രണ്ടും അർത്ഥം സെയിം ആണ്. ഓക്കെ ഓക്കെ സാർ. ഇനി അടുത്തത് ജംഉൽ മുഅന്നസ് സാലിമാണ്. ജംഉ മുഅന്നസ് സാലിം, അതും നേരത്തെ ഞാൻ പറഞ്ഞു. ജമ്മു തക്സീർ, ജമ്മു മുദക്കർ സാലിം, ജമ്മു മുഅന്നസ് സാലിം എന്നീ 3 തരത്തിലുള്ള ജംആണ് ഉള്ളത്. സാലിം എന്ന് പറഞ്ഞാൽ മുഫ്രദിന്റെ രൂപത്തിലൊന്നും മാറ്റമില്ലാത്തതാന്നൊക്കെ ഞാൻ പറഞ്ഞു. ജമ്മു മുഅന്നസ് സാലിം എന്ന് പറഞ്ഞാൽ മാദല്ല അല അക്തറ മിൻ ഇസ്നൈനി ബിസിയാദതി അലിഫിൻ വതാഇൻ ഫി ആഖിരി. അവസാനത്തിൽ അലിഫും താവും ചേർത്തുകൊണ്ട് ജംആക്കുന്നതിനാണ് ജമ്മു മുഅന്നസ് സാലിം എന്ന് പറയുക. അവസാനത്തിൽ അലിഫും താവും ചേർത്തുകൊണ്ട് ജംആക്കുക. ഇതുപോലെ മുസ്ലിമത്തുൻ, മുസ്ലിമാത്തുൻ, കാത്തിബത്തുൻ, കാത്തിബാത്തുൻ, എഴുതുന്ന സ്ത്രീ, എഴുതുന്ന സ്ത്രീകൾ, എഴുത്തുകാരിയായ സ്ത്രീകൾ. സ്വാലിഹത്തുൻ, സ്വാലിഹാത്തുൻ, ഇതൊക്കെ അവസാനത്തിൽ അലിഫും താവും കൊടുത്തുകൊണ്ട് ജംആക്കി. ഇങ്ങനെ ജംആക്കുന്നതിനാണ് ജംഉ മുഅന്നസ് സാലിം എന്ന് പറയാം. അതിന്റെ ഇഅ്റാബ് ഒന്ന് പരിശോധിക്കാം. സാധാരണ പോലെ ലമ്മത്ത് കൊണ്ടാണ് റഫ്ഇൽ യാതൊരു വ്യത്യാസവുമില്ല. ലമ്മത്ത് കൊണ്ടാണ്. ദഹബത്തിൽ മുസ്ലിമാത്തു, മുസ്ലിം സ്ത്രീകൾ പോയി. ദഹബത്തിൽ മുസ്ലിമാത്തു, അവിടെ ദഹബത്ത് എന്നതിന്റെ ഫാഇലാണ് അൽ മുസ്ലിമാത്തു. ഫാഇൽ ഇഅ്റാബ് റഫ് ആണ്. റഫ് ലമ്മത്ത് കൊണ്ട് കൊടുത്തു. നസ്ബ് ബിൽ കസ്റ, നസ്ബിലാണ് വ്യത്യാസം വരുന്നത്. നസ്ബ് കസ്റത്ത് കൊണ്ടാണ്. സാധാരണ നസ്ബ് ഫതഹത്ത് കൊണ്ട് വരുന്നതിന് പകരം നസ്ബ് കസ്റത്ത് കൊണ്ടാണ്. ഏതുപോലെ ഹന്നഅത്തുൽ കാത്തിബാത്തി, എഴുത്തുകാരികളായ സ്ത്രീകളെ ഞാൻ പ്രശംസിച്ചു. ഹന്നഅത്തു, ഞാൻ പ്രശംസിച്ചു. അൽ കാത്തിബാത്തി, എഴുത്തുകാരികളായ സ്ത്രീകൾ. ഇതാണ് ഫസ്റ്റ് നമ്മൾ പരിചയപ്പെട്ട ചോദ്യത്തിന് സ്വഹീഹ് അൽ കലിമാത്തി എന്ന് വന്ന മഫ്ഊൽ സ്ഥാനത്ത് വന്ന കലിമാത്തി എന്നാണ് ശരി എന്ന് ഞാൻ പറയാൻ കാരണം കസ്റത്ത് കൊണ്ടാണ് ജംഉ മുഅന്നസ് സാലിമിന് നസ്ബ്. അപ്പൊ ഇവിടെ മഫ്ഊൽ ആണെങ്കിലും മഫ്ഊലിന് കസ്ർ കൊടുത്തുകൊണ്ട് പറഞ്ഞു, കാരണം കസ്റത്ത് കൊണ്ടാണ് നസ്ബ്. അവിടെയും അതുപോലെ തന്നെയാണ്. സ്വഹീഹിൽ കലിമാത്തിൽ ആത്തിയത്ത, കലിമാത്തി എന്നത് സ്വഹീഹിന്റെ മഫ്ഊലാണ്. മഫ്ഊൽ നസ്ബാണ്. നസ്ബ് കസ്ർ കൊണ്ട്. ജറും ബിൽ കസ്റ, ജറും സാധാരണ പോലെ കസ്റത്ത് കൊണ്ട്. അപ്പോൾ ജംഉ മുഅന്നസ് സാലിമിന് ഏതുപോലെ കതബ്തു ഇല സ്വാലിഹാത്തി, ഞാൻ സ്വാലിഹത്തായ സ്ത്രീകൾക്ക് എഴുതി. ഇല വന്നു ഹർഫ് ജറാണ്. സ്വാലിഹാത്തി എന്നത് സാധാരണ പോലെ കസ്റത്ത് കൊണ്ട് ജറ്. അപ്പോൾ ജംഉ മുഅന്നസ് സാലിമിന് റഫ്ഇലും ജറിലും സാധാരണ പോലെ വ്യത്യാസമില്ല. ലമ്മത്ത് കൊണ്ട് റഫ്, കസ്റത്ത് കൊണ്ട് ജറ്. എന്നാൽ നസ്ബിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്. നസ്ബും കസ്റത്ത് കൊണ്ടാണ്, ഫതഹത്ത് കൊണ്ടല്ല. ഇതാണ് ജംഉൽ മുഅന്നസ് സാലിമിന്റെ ഉദാഹരണം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് ഈ 4 കാര്യങ്ങളാണ്. ഫർഇയായ ഇഅ്റാബുകളെ കുറിച്ച് പറഞ്ഞത്. അത് വളരെ കൃത്യമായിട്ട് ഓർക്കേണ്ടത്. കാരണം പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മാത്രമല്ല നമ്മൾ ആദ്യം പഠിക്കുന്നത് പ്രധാനമായിട്ടും പരീക്ഷകൾക്ക് വരുന്നതും വന്നതുമായ ചോദ്യങ്ങൾ ബേസ് ചെയ്തുകൊണ്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ അതിൽ 4 എണ്ണമാണ് പഠിച്ചത്. ഒന്ന് അസ്മാ ഉൽ ഖംസ, അബ്, അഹ്, അമ്, ഉ, ഈ 5 എണ്ണമാണ്. അവകൾക്ക് വാവ് കൊണ്ട് റഫ്, അലിഫ് കൊണ്ട് നസ്ബ്, യാ കൊണ്ട് ജറ്. പക്ഷെ അതിന് ആ ഇഅ്റാബ് ചെയ്യണമെങ്കിൽ മുത്തക്കല്ലിമിന്റെ യാ അല്ലാത്തതിലേക്ക് ഇളാഫത്ത് ചെയ്തു വരിക എന്ന ഉപാധിയുണ്ട്. അങ്ങനെ ഇളാഫത്ത് ഇല്ലാതെയാണ് വരുന്നതെങ്കിൽ സാധാരണ പോലെ ഇഅ്റാബ് ചെയ്യും. മുത്തക്കല്ലിമിന്റെ യായിലേക്കാണെങ്കിൽ മുഖദ്ദറത്തായിട്ട് ഇഅ്റാബ് ചെയ്യും എന്ന വ്യത്യാസമാണ്. രണ്ടാമത്തത് തസ്നിയാണ് പഠിച്ചത്. തസ്നിയ 2 വസ്തുക്കളുടെ മേൽ അറിയിക്കുന്നതാണ്. അത് അലിഫ് കൊണ്ട് റഫ്, യാ കൊണ്ട് നസ്ബ് ജറ്. നസ്ബും ജറും യാ കൊണ്ടും അലിഫ് കൊണ്ട് റഫുമാണ്. അതിനെ ഇളാഫത്ത് ചെയ്തു വരുമ്പോൾ മുളാഫായിട്ട് തസ്നിയ വന്നു കഴിഞ്ഞാൽ അതിന്റെ നൂനിനെ കളയൽ നിർബന്ധമാണ്. ആ രൂപത്തിലേ പറയാൻ പറ്റൂ. മൂന്നാമത് പഠിച്ചത്
ജംഉൽ മുദക്കർ സാലിമാണ്. ജംഉൽ മുദക്കർ സാലിം അതിന്റെ ഇറാബ് വാവ് കൊണ്ട് റഫ്, യാ കൊണ്ട് നസ്ബ്, ജർറ്. നസ്ബിന്റെയും ജറിന്റെ സമയത്ത് യാ ഉപയോഗിക്കും, റഫിന്റെ സമയത്ത് വാവ് കൊടുത്തുകൊണ്ടുമാണ് പറയുക. അവിടെയും തസ്നിയയിൽ പറഞ്ഞതുപോലെ മുലാഫായിട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ മുലാഫായിട്ട് വരുമ്പോൾ നൂനിനെ കളയൽ നിർബന്ധമാണ്. അങ്ങനെ പറയാൻ പറ്റും. നാലാമത് പഠിച്ചത് ജംഉൽ മുഅന്നസ് സാലിമാണ്. ജംഉൽ മുഅന്നസ് സാലിമിന് ലമ്മത്ത് കൊണ്ട് റഫ്, കസ്റത്ത് കൊണ്ട് ജർറ്, അത് രണ്ടും വ്യത്യാസമില്ല. എന്നാൽ ഫതഹത്ത് കൊണ്ടാണ് കസ്റത്ത് കൊണ്ടാണ് നസ്ബ് ചെയ്യുക എന്നുള്ള വ്യത്യാസം മാത്രമാണുള്ളത്. ഈ നാലെണ്ണവും ഫർഇയായ ഇറാബുകളിൽ പ്രധാനപ്പെട്ടതാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ള 3 ബാക്കിയുള്ളത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലേക്കാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞാൻ കുറച്ച് വർക്ക് തരാം, അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, എന്നിട്ട് അതൊന്ന് എഴുതുക. കുറച്ച് ചോദ്യങ്ങൾ തരാം. ഒന്നാമത്തത്, എല്ലാവരും എഴുതിയിട്ട് എത്ര മാർക്കാണ് കിട്ടുന്നത് അറിയിക്കണം. മൊത്തം തരുന്നത് ഡാഷ് അൽ ഖറിയത്തി ഇലാ മക്കത്തുൽ മുകറമ. മുസ്ലിമീ, മുസ്ലിമൂ, മുസ്ലിമൂന, മുസ്ലിമീന. ഞാൻ യാത്രയപ്പ് നൽകിയെന്നാണ്. ആൻസർ എഴുതുക, നമ്മൾ അവസാനം പറയും. ഓക്കെ, നിങ്ങളൊരു പുസ്തകത്തിലായിട്ട് എഴുതി വെച്ചാൽ മതി. എത്ര എണ്ണം കിട്ടുന്നതെന്ന് അറിയാനാണോ? ടോട്ടൽ എത്ര എണ്ണം ശരിയാവും? ഒരു 10 ചോദ്യം തന്നെ. രണ്ടാമത്തെ പറയാലോ. ഡാഷ് അൽ മുസന്ന ബിൽ അലിഫ്. യുജറു, യുൻസബു, യുജ്സമു, യുർഫഉ. ഈ ചോദ്യങ്ങളിലൊക്കെ ചിലത് പരീക്ഷയ്ക്ക് വന്നതുമാണ്, ചിലത് വരാത്തതുമാണ്, വരാൻ സാധ്യതയുള്ളത്. ചാറ്റ് ബോക്സിൽ ആൻസർ വിടണ്ടെന്നൊന്ന് പറയോ പ്ലീസ്? ഓക്കെ, ചാറ്റ് ബോക്സിൽ ഇപ്പൊ ആൻസർ വിടണ്ട, ഓരോരുത്തരും സ്വന്തം എഴുതുക. എന്നിട്ട് അവസാനം ഒരാൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നില്ല അറിയിച്ചാൽ മതി. എത്ര എണ്ണം ശരിയായിട്ടുണ്ട് എന്നത്. 10 ചോദ്യം തരും, 10ൽ 10ഉം ആർക്കൊക്കെ ശരിയാവുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടിയാണ്. അൽ മുസന്ന ബിൽ അലിഫ്. മൂന്നാമത്തത് പറയട്ടെ. യാ ഡാഷ് മുഹമ്മദിൻ അബൂ, അബി, അബാ, അബവാനി. നാലാമത്തത് ذهبت إلى ملك خادمي خادما خادمو خادمين. خادمي خادما അഞ്ചാമത്തേലേക്ക് പോകാലോ. ഖത്തഅതു അശ്ശജറാത്ത, അശ്ശജറാത്തു, അശ്ശജറാത്തി, അശ്ശജറാത്തിൻ. ആറ് വലഅതു ത്വആമ ഫീ, ഫാഹു, ഫീഹി, ഫൂഹു, ഫമഹു.
7 ഹഫിൽത്തുൽ ഖുർആന ഇല്ലാ. ഇത് കഴിഞ്ഞ ക്ലാസ്സിലെ മുസ്തസ്ന പഠിച്ചവർക്ക് പെട്ടെന്ന് കിട്ടും. ഹഫിൽത്തുൽ ഖുർആന ഇല്ലാ സൂറത്താനി സൂറത്തൈനി സൂറത്തുൻ സൂറത്തിൻ. എട്ട് റഅയ്തു ബഷീരിൻ മുഅല്ലിമാ മുഅല്ലിമാത്തിൻ മുഅല്ലിമാത്തി മുഅല്ലിമൂ. ശ്രദ്ധിച്ച് എഴുതണേ. മുഅല്ലിമാ മുഅല്ലിമാത്തിൻ മുഅല്ലിമാത്തി മുഅല്ലിമൂ. ഒൻപത് ഇന്ന ഡാഷ് ഫായിസൂൻ അൽ മുജ്തഹിദൂന അൽ മുജ്തഹിദീന അൽ മുജ്തഹിദാത്തി അൽ മുജ്തഹിദീ. ഇന്ന ഫായിസൂൻ. പത്താമത്തത് ആദത്തുല്ലാബു ഡാഷ് ഇലാ ബുയൂത്തിഹിം ഫായിസൂന ഫായിസീന ഫായിസൂ ഫായിസീ. പത്തോ എഴുതിയോ? എന്നിട്ട് നമുക്ക് ആൻസറിലേക്ക് കടക്കണം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി കാണിച്ചു തരുമോ? ആ 8 അല്ലേ? റഅയ്തു ഡാഷ് ബഷീരിൻ. ഓക്കെ. 9 ഒന്ന് കാണിച്ചു തരുമോ? ആ 9ാമത്തെ. അതാ 9ാമത്തത്. ഓക്കെ, എല്ലാരും ഓക്കെ ആണോ? നമുക്ക് ആൻസറിലേക്ക് കടക്കല്ലേ? ഒന്ന് വദ്ദഅതു. 4 ഓപ്ഷൻ ഉള്ളത്. അതിൽ ഒന്നാമത്തതാണ് ശരി. മുസ്ലിമി അൽ കറിയ. എന്തുകൊണ്ട്? വദ്ദഅതു എന്നത് ഫിഅലും ഫായിലുമാണ്, മഫ്ഊലാണ് വരേണ്ടത്. അപ്പൊ മഫ്ഊൽ ആകുമ്പോൾ ഇവിടെ കൊടുത്തത് ജംഉൽ മുദക്കർ സാലിമാണ്. ജംഉൽ മുദക്കർ സാലിമിന് യാ കൊണ്ടാണ് നസ്ബ്. അപ്പൊ വാവുള്ളതല്ല എന്ന് മനസ്സിലായി. 2ഉം 3ഉം അല്ല. പിന്നെ 1ഉം 4ഉമാണുള്ളത്. കറിയത്തി എന്നത് മുദാഫുൻ ഇലൈഹിയാണ്. നമ്മൾ പഠിച്ചു മുദാഫായിട്ട് വന്നാൽ നൂനെ കളയണം. അപ്പൊ മുസ്ലിമീന എന്ന 4ാമത്തിൽ നൂനുണ്ട്. അപ്പോൾ കറക്റ്റ് ആൻസർ നൂനില്ലാത്ത യാ ഉള്ള മുസ്ലിമി എന്നതാണ് ഒന്നാമത്തേത്. 2 അൽ മുസന്ന ബിൽ അലിഫ്. എളുപ്പമാണ്. യുർഫഉ യുർഫഉൽ മുസന്ന. തസ്നിയക്ക് അലിഫ് കൊണ്ട് റഫ്ഉം യാ കൊണ്ട് നസ്ബും ജറും എന്നാണ് പഠിച്ചത്. അപ്പോൾ യുർഫഉ എന്ന 4ാമത്തതാണ് ശരി. 3 യാ അബാ മുഹമ്മദിൻ. അവിടെ അബു അബി അബ അബവാനി എന്നീ 4 ഓപ്ഷൻ ഉള്ളതിൽ അബ എന്നതാണ് ശരിയായത്. കാരണം അത് മുനാദയാണ്. മുനാദ മുദാഫിന് നസ്ബ് നിർബന്ധമാണ്. അപ്പോ യാ അബാ മുഹമ്മദിൻ നസ്ബിന്
അലിഫ് കൊണ്ടാണ് അസ്മാഉൽ ഖംസക്ക് നസ്ബ് ചെയ്യുക. അതുകൊണ്ട് അബാ മുഹമ്മദിൻ എന്ന് പറയണം. 4 ദഹബത്തു ഇലാ മലിക്കിൻ. അവിടെ ഹാദിമൈ, ഹാദിമ, ഹാദിമു, ഹാദിമൈനി എന്നാണ്. അവിടെ വന്നത് 3 തസ്നിയാണ് ഉദാഹരണം കൊടുത്തത്. 1 ജംഉമാണ്. ഹാദിമൈ എന്നതും ഹാദിമ എന്നതും ഹാദിമൈനി എന്ന 3 തസ്നിയും, 3ാമത്തെ ഹാദിമു എന്നത് ജംഉമാണ്. നമുക്കിവിടെ ഇലയാണ് വന്നത്. ഇലക്ക് ശേഷം ജറാണ്. അപ്പോൾ ഹാദിമു എന്നതല്ല. കാരണം എന്തുകൊണ്ട്? അത് വാവാണ് വന്നത്. വാവ് ഒരിക്കലും റഫ്ഇന് വരുന്നതാണ് വാവ്, അവിടെ ഇല്ല. പിന്നെയുള്ളത് ഹാദിമൈ, ഹാദിമ, ഹാദിമൈനി എന്നാണ്. തസ്നിയാണ് 3. തസ്നിയക്ക് അലിഫ് കൊണ്ട് റഫ് ആണ്. അപ്പൊ ഹാദിമ എന്ന അതുമല്ല, കാരണം അവിടെ റഫ്ഇനായിട്ടാ വന്നത്. പിന്നെ ബാക്കി 2 ഹാദിമൈ, ഹാദിമൈനി. അതാണ് ജറായിട്ട് വന്നിട്ടുള്ളത്. പക്ഷെ അവിടെ മലിക്കിൻ എന്നത് മുളാഫിൻ ഇലൈഹിയാണ്. അതുകൊണ്ട് നൂനെ കളയിൽ നിർബന്ധമാണ്. ഹാദിമൈ എന്ന 1ാമത്തതാണ് ശരിയായത്. 5 ഖതഅ്തു. ഖതഅ്തു എന്നത് ഫിഅലും ഫായിലാണ്. അപ്പോൾ അതിന് മഫ്ഊലാണ് വരേണ്ടത്. മഫ്ഊൽ നസ്ബാണ്. ഈ പറയപ്പെട്ട ഉദാഹരണങ്ങൾ അത് ജംഉൽ മുഅന്നസ് സാലിമാണ്. അപ്പോൾ കസ്റത്ത് കൊണ്ടാണ് നസ്ബ്. ശരിയായ ആൻസർ 3ാമത്താണ്, അശ്ശജറാത്തി എന്നതാണ്. 4ാമത്തത് ഷജറാത്തിൻ എന്നുണ്ട്. അത് തൻവീൻ ഒരിക്കലും അലിഫ്ലാം ഉള്ളത് കൊണ്ട് വരില്ല. അതുകൊണ്ട് അതും തെറ്റാണ്. 1ാമത്തെ ഷജറാത്ത എന്നതും തെറ്റാണ്. ഷജറാത്തു എന്നതും തെറ്റാണ്. 3ാമത്തതാണ് ശരിയായ ആൻസർ. 6 വളയത്തു താമ ഫീഹി എന്നാണ്. കാരണം അവന്റെ വായിൽ വെച്ചു എന്നുള്ള അത് അസ്മാഉൽ ഖംസയിൽ പെട്ടതാണ്. അസ്മാഉൽ ഖംസക്ക് യാ കൊണ്ടാണ് ജറ്. യാ കൊണ്ടാണ് ജറ്. അപ്പൊ ഫാഹു എന്നതും ഫൂഹു എന്നതും, ഫാഹു എന്നത് നസ്ബിന് വരുന്ന സ്ഥലത്ത് അലിഫാണ്. ഫൂഹു എന്നത് വാവ് കൊടുത്തുകൊണ്ട് റഫ് വരുന്ന സമയത്താണ് വരിക. ഫമഹു എന്നതും നസ്ബിന്റെ സ്ഥാനത്താണ് വരിക. ഫീഹി എന്നുള്ളതാണ് ശരിയായ ആൻസർ. ഓപ്ഷൻ 2 ആണ്. 7ാമത്തത് ഏതാ? അവിടെ പറയാലോ, ഫമിഹി എന്ന് പറഞ്ഞൂടെ? ഫമിഹി പറയാം, പക്ഷെ ഫമാനെ ഉദാഹരണം കൊടുത്തില്ലല്ലോ. ഫമിഹി എന്ന് പറഞ്ഞാൽ ശരിയാണ്, പക്ഷെ അങ്ങനെ ഉദാഹരണത്തിലില്ല, ഓപ്ഷനിലില്ല. ഹഫിൽത്തുൽ ഖുർആന ഇല്ല സൂറത്താനി, സൂറത്തൈനി, സൂറത്തുൻ, സൂറത്തിൻ. അതിൽ കറക്റ്റ് ആൻസർ സൂറത്തൈനി എന്നാണ്. എന്തുകൊണ്ടാണ് സൂറത്തൈനി ആയത്? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അവിടെ മുസ്തസ്ന മിൻഹു മദ്കൂറാണ്, കലാമു മുസ്ബത്താണ്. അപ്പം നിർബന്ധമാണ്. നെസ്ബ് എങ്ങനെ കൊടുക്കണം? ഇവിടെ സൂറത്തൈനി എന്നതിൽ മാത്രം നെസ്ബുൽ. സൂറത്താനിക്ക് റഫ്റ്റിന്റെ സമയമാണ്. സൂറത്തുൻ എന്ന് ലമ്മാണ്, സൂറത്തിന് ജറാണ്. അതൊന്നും നെസ്ബിന് വന്നിട്ടില്ല. നെസ്ബിന് വന്ന ഒരേ ഒരു ഉദാഹരണം 2ാമത്തതേ ഉള്ളൂ. അതുകൊണ്ട് സൂറത്തൈനി എന്നതാണ് ശരി. റഅയ്തു ഡാഷ് ബഷീരിൻ, മുഅല്ലിമാത്തി ബഷീരിൻ എന്നാണ്. കാരണം റഅയ്തു എന്നതിന്റെ മഫ്ഊലാണ് പറയേണ്ടത്. മഫ്ഊലിന് നെസ്ബാണല്ലോ. അപ്പൊ ഇവിടെ നെസ്ബായിട്ട് മുഅല്ലിമ എന്നത് ഒരിക്കലും നെസ്ബല്ല, അലിഫാണ്. മുഅല്ലിമു എന്നത് വാവാണ്, അതും നെസ്ബിനുള്ളതല്ല. അപ്പോൾ 2ഉം 3ഉമാണ് പിന്നെ ഓപ്ഷൻ ഉള്ളത്. പക്ഷെ ബഷീരിൻ എന്നത് മുളാഫുൻ ഇലൈഹിയാണ്. ബഷീറിന്റെ അധ്യാപകരെ കണ്ടു എന്നാണ് മുഅല്ലിമാത്ത്. അപ്പം മുളാഫിന് ഒരിക്കലും തൻവീൻ ഉണ്ടാവില്ല. അപ്പോൾ മുഅല്ലിമാത്തിൻ എന്ന് പറയാനും പറ്റില്ല. ശരിയായത് മുഅല്ലിമാത്തി ബഷീരിൻ എന്നുള്ളതാണ്. 9 ഇന്ന ഡാഷ് ഫൈസൂൻ. ഇന്ന എന്നതിന് ഇസ്മാണ് വരേണ്ടത്. ഖബർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്നയുടെ ഇസ്മിന് നെസ്ബാണ്. അപ്പൊ നെസ്ബുള്ള ഉദാഹരണങ്ങൾ ഇതിൽ നോക്കേണ്ടത്. നെസ്ബുള്ളത് മുജ്തഹിദൂൻ എന്നത് റഫ് ആണ്. പിന്നെയുള്ളത് മുജ്തഹിദീൻ, മുജ്തഹിദി, മുജ്തഹിദാത്തി. മുജ്തഹിദാത്തി എന്നത് സ്ത്രീലിംഗമാണ്. അപ്പോൾ ഫായിസൂന എന്ന് വരില്ല, ഫായിസാത്തുൻ എന്ന് വരണം. അപ്പൊ അതും അല്ല. പിന്നെ മുജ്തഹിദീന, മുജ്തഹിദീ. ഈ നൂനെ കളിക്കുന്നത് മുലാഫായിട്ട് വരുമ്പോഴാ. ഇവിടെ മുലാഫ് അല്ല, ശേഷമുള്ളത് മുലാഫു നിലയില്ല. ഫായിസൂൻ എന്നത് ഇന്ത്യയുടെ ഖബറായിട്ടാണ്. അതുകൊണ്ട് നൂനെ കളഞ്ഞ ഉദാഹരണം പറ്റില്ല. ശരിയായത് ഇന്നൽ മുജ്തഹിദീന ഫായിസൂന എന്നാണ്. 10ാമത്തത് ആദത്തുല്ലാബു ഡാഷ് ഇലാ ബുയൂത്തിഹിം. വിദ്യാർത്ഥികൾ മടങ്ങി ഇലാ ബുയൂത്തിഹിം, അവരുടെ വീട്ടിലേക്ക്. ഫായിസൂന, ഫായിസീന, ഫായിസു, ഫായിസി. വിജയിച്ചവരായിട്ട് അവർ മടങ്ങി എന്നാണ്. ഫായിസീന എന്നാണ്.
ഹാലാണ് അവിടെ. അവര് മടങ്ങുന്ന അവസരത്തിൽ അവരുടെ അവസ്ഥയെ വ്യക്തമാക്കുകയാണ്. ഒരു പ്രവൃത്തി സംഭവിക്കുമ്പോൾ ഫായിലിന്റെയോ മഫ്ഊലിന്റെയോ അവസ്ഥയെ വ്യക്തമാക്കുന്ന ഇസ്മാണല്ലോ ഹാല്. അപ്പൊ അവരുടെ അവസ്ഥയെ വ്യക്തമാക്കുന്ന ഹാലാണ് ഇവിടെ കൊടുത്തത്. ഉദാഹരണത്തിന് ഹാലിന് നെസ്ബാണ്. നെസ്ബുള്ളതിന്റെ ഉദാഹരണം ഇവിടെ ഫായിസീന എന്നും ഫായിസി എന്നുമാണ്. ബാക്കി രണ്ടു റഫ്റ്റിനാണ്. ഫായിസി എന്നത് പറയാൻ പറ്റില്ല, കാരണം മുലാഫ് അല്ല, നൂനെ കളയേണ്ടതില്ല. അപ്പോൾ ശരിയായ ആൻസർ ഫായിസീന എന്നുള്ളതാണ്. ഇതാണ് 10 ചോദ്യം നമ്മൾ ചെയ്തത്. 10ും ശരിയായ എത്ര ആളുകളുണ്ട്? അവരൊന്ന് കമന്റ് ചെയ്യുക. 10ും ശരിയായവര് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. 10ും ശരിയായവരാണ് ഇത് നോക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട്. ഇനി ഈ ചോദ്യങ്ങളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം ഇൻഷാ അല്ലാഹ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ക്ലിയർ ചെയ്യാമോ? 7 മുസന്നയുടെ പറഞ്ഞില്ലേ സൂറത്ത്. ഏഴാമത്തത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച നിയമമാണ്. മുസ്തസ്ന മിന്നു മുസ്തസ്ന മിന്നു പറയപ്പെടുകയും കലാമ് പോസിറ്റീവുമാണെങ്കിൽ നിർബന്ധമായിട്ടും നെസ്ബ് ചെയ്യണം. ഇവിടെ ഖുർആൻ എന്നത് മുസ്തസ്ന മിൻഹുവാണ്. സെന്റൻസ് പോസിറ്റീവ് സെന്റൻസ് ആണ്, നെഗറ്റീവ് അല്ല. അപ്പോൾ ഇല്ലക്ക് ശേഷമുള്ള മുസ്തസ്നക്ക് നെസ്ബ് നിർബന്ധമാണ്. നെസ്ബ് ഉള്ളത് ഏത് മാത്രമേ ഇവിടെ ഉള്ളൂ? ഉദാഹരണത്തിൽ ആ ഇറാബ് നോക്കിയാൽ മതി. സൂറത്താനിക്ക് നെസ്ബല്ല റഫ്ആണ്, സൂറത്തുൻ നെസ്ബല്ല റഫ്ആണ്, സൂറത്തിൻ നെസ്ബല്ല ജറാണ്. സൂറത്തൈനി എന്നത് മാത്രമേ നെസ്ബുള്ളത് വന്നിട്ടുള്ളൂ. നേരെ മറിച്ച് സൂറത്തെന്ന് വന്നിട്ടുണ്ട്, അതും അതിൽ പെടും. അങ്ങനെ വന്നിട്ടില്ല. നെസ്ബുള്ള ഒരേ ഒരു ഉദാഹരണമേ ഉള്ളൂ, അത് സൂറത്തൈനിയാണ്. യാ കൊണ്ട് നെസ്ബ്, കാരണം തസ്നിയായിരുന്നു. അതാണ് അതിന്റെ ഉത്തരം. ക്ലിയർ? സാറേ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞുതരുമോ? യാ മുഹമ്മദ്, ഓ അബു മുഹമ്മദ് എന്നാണ്. മുഹമ്മദിന്റെ പിതാവിനെ വിളിക്കുകയാണ് അബു മുഹമ്മദേ. ഇവിടെ യാ എന്നത് ഹർഫു നിദയാണ്. നിദക്ക് ശേഷം മുനാദയാണ് വരിക. മുനാദന്റെ ഇറാബുകൾ പഠിക്കാൻ നമുക്കുണ്ട്. മുനാദ ഏതായാലും ഇവിടുത്തെ നിയമം മുനാദ മുലാഫായിട്ട് വന്നാൽ നെസ്ബ് നിർബന്ധമാണ്. മുനാദ മുലാഫായാൽ നെസ്ബ് നിർബന്ധമാണ്. അബു മുഹമ്മദ് എന്നത് മുലാഫാണ് ലാബ്. അപ്പോൾ നെസ്ബാണ് ഇവിടെ വരേണ്ടത്. താഴെ ഉള്ളതിൽ നെസ്ബിന്റെ ഉദാഹരണം ഏതാ? അബ എന്നുള്ളതാണ്. അതുകൊണ്ട് യാ അബാ മുഹമ്മദ് നമ്മൾ പഠിച്ചില്ല. യാ അബാബക്കർ മാലക്ക ചോദിച്ചത് യാ അബാബക്കർ. അപ്പം അതുപോലെ മുനാദ മുലാഫായിട്ട് വരുമ്പോ നെസ്ബാണ്. ഇവിടെ അബ് എന്നത് അസ്മാഉൽ ഖംസയിൽ പെട്ടതുകൊണ്ട് അലിഫ് കൊണ്ട് നെസ്ബാണ്. അതുകൊണ്ട് അബാ മുഹമ്മദ് എന്ന് പറഞ്ഞു. ഓക്കെ ആണോ? ഓക്കെ സാർ, ക്ലിയർ ആണ്. പിന്നെ എട്ടാമത്തെ ഒന്ന് പറഞ്ഞുതരുമോ? ഒന്നാമത്തെ ക്ലിയർ ചെയ്യോ? മുസ്ലിമൈ വദ്ദഅ്തു എന്നത് ഫിഅലും ഫായിലുമാണ്. ഞാൻ യാത്രയപ്പ് നൽകി. വദ്ദഅ്തു ഫിഅലും ഫായിലും അവിടെ വന്നു. അപ്പൊ ഇനി ശേഷം വരേണ്ടത് എന്താ? മഫ്ഊലാണ്. മഫ്ഊലിന് നെസ്ബാണല്ലോ. അപ്പൊ നെസ്ബുള്ള ഉദാഹരണങ്ങൾ നോക്കണം. മുസ്ലിമൂന എന്നത് റഫ്ആണ്, വാവ് കൊണ്ട് റഫ്. അപ്പൊ അതല്ലാന്ന് ഉറപ്പായി. രണ്ടാമത്തത് മുസ്ലിമൂ എന്നാണ്, അവിടെയും റഫ്ആണ്, വാവ് നൂനെ കളഞ്ഞുള്ളൂ, അതുമല്ല. അപ്പൊ 2ഉം 3ഉം അല്ലാന്ന് ഉറപ്പായി. കാരണം നെസ്ബുള്ള ഉദാഹരണം ഈ 4ഉം ജംഉൽ മുദക്കർ സാലിമാണ്. ജംഉൽ മുദക്കർ സാലിമിന് വാവ് കൊണ്ട് റഫും യാ കൊണ്ട് നെസ്ബും ജെറുമാണല്ലോ. അപ്പൊ നെസ്ബ് വരുമ്പോ യാ വരണം. യാ ഉള്ള ഉദാഹരണം മുസ്ലിമീ, മുസ്ലിമീന, 2 എണ്ണാണ്. അതിൽ മുസ്ലിമീന എന്നത് വരൂല. എന്തുകൊണ്ട്? ഖറിയത്ത് എന്നത് മുലാഫുൻ ഇലൈഹിയാണ്. ആ ഗ്രാമത്തിലെ മുസ്ലിമീങ്ങളെ എന്നത് മുസ്ലിം എന്നത് മുലാഫായിട്ട് വരണം. മുലാഫായിട്ട് വരുമ്പോ നൂനെ കളയൽ നിർബന്ധമാണ്. അപ്പോൾ മുസ്ലിമീ എന്നതേ വരാൻ പറ്റൂ. വേറെ 7 എത്രയും പറഞ്ഞത് ആരൊന്ന് പറഞ്ഞിരുന്നല്ലോ? 8ഉം 10ഉം സാറേ. 8ഉം 10ഉം 8 നമ്മൾ പറഞ്ഞില്ലായിരുന്നു. 8 റഅയ്തു ബഷീരൻ. റഅയ്തു ഞാൻ കണ്ടു. അപ്പൊ അതിന്റെ മഫ്ഊലാണ് വരേണ്ടത്. മഫ്ഊൽ നെസ്ബാണ്. അപ്പോൾ ഇവിടെ നെസ്ബിന്റെ ഉദാഹരണങ്ങൾ മുഅല്ലിമ എന്നത് റഫ്ഇന്റെ സമയത്താണ്, അലിഫാണ്, നെസ്ബല്ല. മുഅല്ലിമു എന്നത് വാവാണ്. അപ്പൊ 1ഉം 4ഉം അല്ലാന്ന് പെട്ടെന്ന് മനസ്സിലായി. ഇനി 2ഓ 3ഓ എന്നാണ് നോക്കേണ്ടത്. അതിൽ 3ആണ് ശരിയാവുക. കാരണം ബഷീറിന്റെ മുഅല്ലിമാത്തുകളെ, മുലാഫുൻ ഇലൈഹിയാണ് ബഷീർ.
അപ്പൊ മുലാഫിൻ ഇലൈഹി ആയിട്ട് വരും. മുലാഫിൽ ഒരിക്കലും എന്തുണ്ടാവില്ല? തൻവീൻ ഉണ്ടാവില്ല. മനസ്സിലാവണ്ടോ? മുലാഫിന് തൻവീൻ ഉണ്ടാവില്ല. അപ്പൊ മുഅല്ലിമാത്തിൻ എന്നത് തൻവീൻ ഉണ്ട്. അപ്പൊ റഅയ്തു മുഅല്ലിമാത്തിൻ ബഷീർ എന്ന് പറയില്ല. അപ്പൊ തൻവീൻ ഇല്ലാത്ത മുഅല്ലിമാത്തി എന്നതേ ശരിയാവും. നമ്മളെ പരീക്ഷയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഈ രൂപത്തിലുള്ള ചോദ്യങ്ങൾ പലതും കാണാറുണ്ട്. ഈ മുലാഫിലേക്ക് വരുന്ന സമയത്താണ് ചിലപ്പം തെറ്റിപ്പോവാറുള്ളത്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. മുഅല്ലിമാത്തിൻ എന്നും സംഭവം എന്താണ്? നസ്ബ് തന്നെയാണ്, കസ്റത്ത് കൊണ്ട് നസ്ബാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ അവിടെ വന്ന വ്യത്യാസം എന്താ? ബഷീർ ഉള്ളത് മുലാഫിൻ ഇലൈഹി ആയതുകൊണ്ട് തൻവീൻ ഉള്ളത് പറയാൻ പറ്റില്ല എന്ന ഒരു കണ്ടീഷൻ വെച്ചാൽ മുഅല്ലിമാത്തി എന്നതായിരുന്നു. 10ാമത്തതാണെങ്കിൽ തുല്ലാബ് മടങ്ങി, വിദ്യാർത്ഥികൾ മടങ്ങി, വിജയിച്ചവരായിട്ട് മടങ്ങി എന്ന് ഹാലാണ് ശേഷം വരുന്നത്. ഈ ഫായിസൂന് കൊടുത്തത് ഹാലായിട്ടാ വരുന്നത്. വിജയിച്ചവരായിട്ട് അവർ മടങ്ങി. അപ്പോൾ ഹാലിന് നെസ്ബാണ്. നെസ്ബുള്ള ഉദാഹരണം ഏതാണ് ആദ്യം നോക്കണം. അപ്പൊ നെസ്ബുള്ള ഉദാഹരണം 2ഉം 4ഉമാണുള്ളത്. 1ഉം 3ഉമല്ല എന്ന് ഉറപ്പാണ്. കാരണം അവിടെ വാവാണ്, വാവ് കൊണ്ട് റഫ് ആണ് മുറക്കർ സാലിഹിന്. അപ്പൊ നെസ്ബുള്ള 2, 4 ഏതാണ് ശരിയായത് നോക്കണം. അത് ഫായിസീനയാണ്. കാരണം ഫായിസീ അത് നൂനിനെ കളയൽ എപ്പോഴാ? മുദാഫായിട്ട് വരുമ്പോഴാ. ഇവിടെ മുദാഫ് ഒന്നും അല്ല, നൂന് കൊടുക്കണം. ഫായിസീന എന്നുള്ളതാണ്. ഓക്കെ സാർ, ശുക്രൻ. ഓക്കെ. അപ്പൊ 10ൽ 10 ശരിയാക്കിയ കുറെ ആളുകൾ ഉണ്ട്. 1, 2, 3, 4, 5 ആള് അൽഹംദുലില്ലാ. ഇതിന് 9 ശരിയാക്കിയവർ കുറെ ഉണ്ട്. ഓക്കെ, അൽഹംദുലില്ലാ. اطلب العلم أخي فهو درب به نور به ترقى به تحيا عالما حرا فخور. اطلب العلم أخي فهو درب به نور به ترقى به تحيا عالما حرا فخور. اطلب العلم أخي فهو درب به نور به ترقى به تحيا عالما حرا فخور.